അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ ബിന്ദുവാണ്. തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകർക്കും പങ്കുവയ്ക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. അസാധാരണമായ ചില സാഹചര്യങ്ങളിലൂടെ പ്രിയ സിസ്റ്റർ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു. തന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് വേണ്ടി കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. തന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആകെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. ഇതുവരെയും കേൾക്കാത്തതായ വീഡിയോകൾ, സാക്ഷ്യം ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങൾ ചാനൽ സന്ദർശിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സിസ്റ്റർ ബിന്ദുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഒരു പകൽക്കാലം കർത്താവ് എനിക്കൊരു സാക്ഷിയായി സർവശക്തനായ ദൈവം എനിക്ക് ഈ ഒരു അവസരം നൽകിയ സർവശക്തനായ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതുപോലെ ഒരു സാക്ഷ്യം പറയുവാനുണ്ട്. അരോമ ടി വിയിലൂടെ എനിക്ക് ഒരു ഒരു സാക്ഷ്യം, വലിയ പ്ലാറ്റ്ഫോമാണ്. ഒത്തിരി എന്നെക്കാൾ വലിയ ദാസന്മാരും ദാസിമാരും ഒക്കെ പറയുന്ന സാക്ഷ്യം പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ എളിയവളായ അടിയങ്ങൾക്കും അരോമ ടി വി എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് അവസരം തന്ന നമ്മുടെ പ്രിയ ദൈവത്തിന്റെ അഭിഷിക്തനായ ദാനിയൽ ജോൺ പാസ്റ്റർ അവറുകൾക്കും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും അടിയങ്ങളുടെ നന്ദിയും അതുപോലെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാവിലെ പിന്നെ ഞാനൊരു സങ്കീർത്തനം വായിച്ചപ്പോ എന്റെ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം ഇങ്ങനെയായിരുന്നു: ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം അതിൽ സന്തോഷിച്ച് ആനന്ദിക്കുക. കർത്താവ് എനിക്ക് തന്ന ഈ ഒരു നല്ല നിമിഷത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാൽ എനിക്ക് മതി വരത്തില്ല. കാരണം ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ ദിവസങ്ങൾ കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്ന് ഞാൻ ഇന്ന് വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. ദൈവത്തിന് കോടാനുകോടി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പേര് ബിന്ദു. തിരുവനന്തപുരത്ത് നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. അരുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഭവനം. അവിടെ എനിക്ക് 2 പെൺമക്കളും എൻ്റെ ഭർത്താവുമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ അമ്മയുണ്ട്, സഹോദരനുണ്ട്. അവരെല്ലാരും എൻ്റെ ഭവനത്തിൽ കൂടിയാണ് താമസിക്കുന്നത്. ഭർത്താവ് അനിൽകുമാർ, അദ്ദേഹം ടിപ്പർ ഓടിക്കുന്നുണ്ട്, ഡ്രൈവറാണ്. പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു. 2 പെൺമക്കളാണ് എനിക്കുള്ളത്. പിന്നെ അവര് രണ്ടുപേരും പഠനമൊക്കെ പൂർത്തിയാക്കി, രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും അവരുടെ ഭവനത്തിലായിരിക്കുന്നു. ഒരാള് ബിടെക് കഴിഞ്ഞു, ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് കഴിയുന്നു. PSC ഒക്കെ എഴുതാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ നമ്മള് BSc നഴ്സിംഗ് കഴിഞ്ഞു. തിരുവനന്തപുരം SP ഫോർട്ട് ഹോസ്പിറ്റലില് BSc നഴ്സിംഗ് കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ഗോകുലം ഹോസ്പിറ്റലിലെ ട്രെയിനി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് പ്രഗ്നന്റ് ആയത്. അങ്ങനെ വീട്ടിലായിരിക്കുന്നു. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസമൊക്കെ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ പിന്നെ എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാനൊരു ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരു മകളാണ്. എൻ്റെ കുടുംബത്തില് കർത്താവിനെ അറിഞ്ഞിട്ട് ആരും തന്നെ ഉണ്ടായില്ല. എൻ്റെ ബാല്യകാലത്തില് എൻ്റെ അച്ഛൻ, എനിക്ക് അച്ഛൻ, എൻ്റെ അമ്മ, എനിക്ക് ഞാൻ ഉൾപ്പെടെ 5 സഹോദരങ്ങളുണ്ട്. അതില് പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അച്ഛനാണ്. അച്ഛന് ഏക ദൈവ വിശ്വാസിയാണ്, അമ്പലങ്ങളിലൊന്നും പോകത്തില്ല. എൻ്റെ അച്ഛൻ പിന്നെ ഒരു ബിസിനസ്സുകാരനാണ്, പലവ്യഞ്ജന ഹോൾസെയിലായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അച്ഛൻ്റെ ഒരു കഠിന പ്രയത്നത്തിലൂടെ ഞങ്ങളെയൊക്കെ വളർത്തി
ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കടന്നുപോയ കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ അച്ഛന് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ സഹോദരങ്ങൾക്കും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏറ്റവും ഇളയ മകളാണ് ഞാന്. എനിക്ക് ഏറ്റവും മൂത്തത് എൻ്റെ ചേച്ചിയാണ്. പിന്നെ 3 ഇടയ്ക്കുള്ളവര് എൻ്റെ 3 ആങ്ങളമാരാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ. അപ്പോ അങ്ങനെയുള്ള ഒരു ജീവിതകാലത്തില് എന്റെ അച്ഛൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്. കാരണം വേറെ ദൈവങ്ങള് അത് നമ്മള് ഹിന്ദു പാരമ്പര്യമാണെങ്കിൽ പോലും അമ്പലങ്ങളിൽ പോകാനോ അതുപോലെ വേറുള്ള രീതിയിലൊന്നും പോകുന്നത് ഇഷ്ടമല്ല. അച്ഛൻ എപ്പോഴും ഉപദേശിക്കുന്ന ആളാണ്. അച്ഛൻ പറയും കുട്ടിക്കാലത്ത് ഞാൻ കേട്ട് വളർന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപദേശം കേൾക്കാൻ. കാരണം അമ്പലങ്ങളിൽ പോകരുത്. അവിടെയൊക്കെ വിഗ്രഹമാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവമുള്ളത്. അത് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരോടും പറഞ്ഞ് ഉപദേശിക്കും. ആരും അമ്പലത്തിൽ പോണത് ഇഷ്ടമല്ല. അങ്ങനെ രാവിലെ ആ കാലഘട്ടത്തില് എനിക്ക് 5, 6 വയസ്സൊക്കെ ഉള്ളപ്പോ അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. ഒരു 3 മണി 4 മണിയാകുമ്പോ എല്ലാരെയും അടിച്ചെഴുന്നേൽപ്പിച്ച് 5 മണിക്കിന് മുന്നേ കുളിപ്പിച്ച് അന്നത്തെ കാലഘട്ടത്തില് ഹിന്ദുക്കളായതുകൊണ്ട് അച്ഛന് ആദിത്യ നമസ്കാരമൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കൊച്ചുകുട്ടിയായാൽ പോലും കിടന്നുറങ്ങാൻ അനുവദിക്കത്തില്ല. എല്ലാവരെയും അടിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് 7 ദിവസം 21 ദിവസമൊക്കെ അങ്ങനെ നമസ്കാരമൊക്കെ എടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ അതാണ് എന്റെ അച്ഛന്റെ വിശ്വാസം. അങ്ങനെ ഞങ്ങള് കഴിഞ്ഞുകൂടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. അവിടെയാണല്ലോ എല്ലാവരും വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ അച്ഛൻ അതിനെതിരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ കടയില് സാധനമൊക്കെ വാങ്ങാൻ വരുന്ന സഹോദരിമാരോടൊക്കെ പറയും നിങ്ങൾ അമ്പലത്തിൽ പോകരുത്. അവിടെ എന്നും പോകരുത്. നമ്മളെ ഹൃദയത്തിലാണ് ദൈവം ഉള്ളത്. നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മളെപ്പോഴും വീട്ടില് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഉപദേശങ്ങൾ. അപ്പൊ അവര് പറയും ഇനി ഞങ്ങൾ ഈ കടയിൽ വന്ന് സാധനം വാങ്ങിക്കത്തില്ല. ഞങ്ങള് വേറെ പോയി വാങ്ങിക്കും. അപ്പൊ അച്ഛൻ പറയാ അത് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം. ഈ പൊങ്കാല ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ വീട്ടിൽ സമാധാനം വേണമെങ്കിൽ വീട്ടിൽ തന്നെ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതാണ് നമ്മളിലാണ് ദൈവം ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഈ ഒരു വലിയൊരു തത്വം എനിക്ക് അന്നൊക്കെ ഭയങ്കര കേൾക്കുമ്പോ നമ്മള് കുട്ടികളാണ്. കുട്ടികളാകുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തില് ആയിരുന്നു ബാല്യകാലം. അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്. എല്ലാവർക്കും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛന്റെ കഠിനാധ്വാനത്തിലൂടെ ഒരു 50, 60 വർഷത്തോളമായി നമ്മുടെ കട ഇപ്പോഴും അച്ഛൻ മരിച്ചുപോയി 3, 4, 6, 7 വർഷമായി മരിച്ചുപോയെങ്കിലും ആ ഒരു ബിസിനസ് മേഖല ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ദൈവത്തിന്റെ കൃപയാല്. ഒത്തിരി പാവപ്പെട്ട ആൾക്കാരൊക്കെ കഞ്ഞി വെക്കാൻ വയ്യ സ്ഥിതിയില്ലാത്തവരൊക്കെ ഒന്ന് കരഞ്ഞു പറയുമ്പോൾ അച്ഛൻ ഒരുപാട് സഹായിക്കും. ഇന്നും ലക്ഷക്കണക്കിന് രൂപ പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ആഡംബരമായിട്ടൊന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞങ്ങളെ കുറേശ്ശെ ആഹാരം കഴിപ്പിച്ചിട്ട് മറ്റുള്ളവരെ സഹായിപ്പിക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും അനുസരിക്കാനൊക്കെ. ആ ആ ഒരു ലെവലിലാണ് ഞങ്ങൾ 5 പേരെയും അച്ഛൻ വളർത്തിയത്. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തില് ഞാൻ പഠിക്കുന്നു. 10ാം ക്ലാസ് വരെ നമ്മുടെ അയിരപ്പാറ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ +1, +2 ഇല്ല. എന്റെ ബാച്ചിലായിരുന്നു പ്രീ ഡിഗ്രി. ലാസ്റ്റ് മൊമെന്റ് എന്റെ ബാച്ചായിരുന്നു. അത് 90 കാലഘട്ടത്തിലായിരുന്നു പ്രീ ഡിഗ്രിയുടെ അവസാന നിമിഷം. അത് കഴിഞ്ഞ് +1, +2. അപ്പൊ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് വിവാഹ ആലോചന ഒക്കെ വന്നത്. അപ്പം അച്ഛന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ പ്രായമായാൽ എത്രയും വേഗം പഠനത്തെ കുറിച്ചൊന്നും അച്ഛനും അത്ര വലിയ താല്പര്യം. കാരണം എത്രയും വേഗം ഒരാളെ കൂടി മൂത്തയാളെ കെട്ടിച്ചു. രണ്ടാമത്തെ ആളെയും കൂടെ കഴിയുമ്പോൾ അച്ഛന് വിശ്രമിക്കാം. അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. +2 ലാസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയപ്പോ +2 അല്ല പ്രീ ഡിഗ്രി ആയപ്പോ എന്നെ കല്യാണം കഴിച്ചു വിട്ടു. അത് പോങ്ങുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് എന്നെ അയച്ചത്. ഹസ്ബൻഡ് ഒരാളെ ഉള്ളൂ. അച്ഛനും അമ്മയും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഒരു മോനേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ ഒത്തിരി എല്ലാ ആലോചന വരുമ്പോഴൊക്കെ തിരക്കും. നല്ല പയ്യനാണോ എന്നൊക്കെ തിരക്കും. ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ മദ്യപാനികളോ മറ്റു ദുശ്ശീലക്കാരോ ആരുമില്ല. അപ്പോ ഒരു മോശം വാക്ക് പോലും ഞങ്ങൾ കേട്ട് വളർന്നവരല്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അത്ര അച്ചടക്കത്തോടെ വളർന്ന ഒരു കുടുംബമാണ്. ഒരു അയൽപക്കത്ത് ഞങ്ങളെ വിടത്തില്ല. എപ്പോഴും നമ്മളെ വീട് പഠിക്കാൻ പോയാലും പോവാ നമ്മുടെ വീട്ടിൽ. ഒരു അയൽപക്കത്ത് പോലും ഞങ്ങളെ വിടത്തില്ല. അങ്ങനെ ഞങ്ങളെ പക്വതയായിട്ട് വളർത്തി. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്റെ വിവാഹാലോചന വന്നത്. പ്രീ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിച്ച് എക്സാം പോലും എഴുതാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനെ എന്നെ കല്യാണം കഴിച്ചു അച്ഛൻ വിട്ടായിരുന്നു. നോക്കിയപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുഴപ്പമില്ല. നല്ല ജീവിക്കാൻ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഉണ്ട്.
നല്ല കാണാൻ നല്ലൊരു ആളാണ്. അങ്ങനെയൊക്കെ ഒരു അന്ന് ലോറിയൊക്കെ ഉണ്ട്. ആ കാലഘട്ടത്തില് എന്നെ കല്യാണം കഴിച്ചത് 1993-ലാണ്. അപ്പോ ആ സമയത്ത് ഒത്തിരി ജീവിക്കാൻ സാമ്പത്തികമൊക്കെ ഉള്ള ഒരു വ്യക്തിയിലൂടെ എന്നെ കല്യാണം കഴിച്ചു. ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്നും ആ ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് അതുവരെ ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെ എനിക്ക് കടന്നു പോകുന്ന ഒരു ഒരു അനുഭവമാണ് എൻ്റെ ജീവിത കാലഘട്ടം തുടങ്ങിയത്. കാരണം ഞാൻ ജീവിച്ച വീട്ടിലുള്ള ഭവനത്തിലുള്ള ആ അന്തരീക്ഷമല്ല ഞാന് ചെന്ന് ചെന്ന് കേറിയ വീടെന്ന് പറഞ്ഞാല്. ഒത്തിരി ലാളിച്ച് സ്നേഹം കൊടുത്ത് വളർത്തിയ മകനാണ്. കാരണം അവർക്ക് ബാധ്യതയെക്കുറിച്ചോ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടോ ഒന്നും അവർക്ക് അറിയില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വളർന്ന ഒരു സാഹചര്യമാകുമ്പോ ഒത്തിരി ലാളിച്ചൊക്കെ വളർത്തിയത് കൊണ്ട് ജീവിതത്തില് ഒത്തിരി പോരായ്മകള്, കുറ്റങ്ങള്, കുറവുകളൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായി പഠിച്ചു. കാരണം ഒത്തിരി ക്ഷമ എനിക്കുണ്ട്. ദൈവം അങ്ങനെ ഒരു കൃപ എനിക്ക് തന്നിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും മറികടക്കാൻ ക്ഷമ അത് അത്യാവശ്യമായിട്ട് എനിക്കുണ്ട്. കാരണം എൻ്റെ അച്ഛന്റെ ഉപദേശം കൊണ്ടായിരിക്കാം. അച്ഛന്റെ ഒരു അച്ഛന്റെ ഒരു സ്വഭാവം എനിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. എപ്പോഴും ക്ഷമയുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് എന്നെ അയച്ചു. അവിടെ ചെന്നപ്പോ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ല. കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് മദ്യപാനിയാണെന്ന് ഞാൻ അറിഞ്ഞു. മദ്യപാനമാണ് ശരിക്കും കുടുംബത്തെ ഛിന്നഭിന്നമാക്കുന്നത്. ആ ഒരു സ്വഭാവം. കാരണം മദ്യപാനികള് അടുത്ത് പോലും ഞങ്ങൾ പോയിട്ടില്ല. മദ്യപാനം എന്തെന്ന് അറിയത്തില്ല. മോശം വാക്കുകൾ കേട്ടിട്ടില്ല. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിതം. കാരണം എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 93-ല് കല്യാണം കഴിഞ്ഞു. ഒരു 6 മാസത്തോളം ഒരുവിധം സമാധാനത്തോടെയൊക്കെ ജീവിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരന്റെ നല്ല സ്വഭാവമൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റി. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, "അച്ഛാ ഇങ്ങനെയാണ് അവസ്ഥ. എന്ത് ചെയ്യണമെന്നൊക്കെ" ചോദിച്ചു. അപ്പോഴൊക്കെ അച്ഛൻ എന്നെ പിടിച്ചിരുത്തി നല്ലവണ്ണം ഉപദേശിക്കും. "മോളെ നിന്റെ അങ്ങനെ വന്നു പോയിട്ടുണ്ട്." അച്ഛന്റെ ഇഷ്ടത്തിന് അയച്ച ഒരു വിവാഹമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ ഒത്തിരി കഷ്ടതയിലൂടെ ഞങ്ങളെ വളർത്തിയത് കൊണ്ടും അച്ഛൻ ഞങ്ങളെ അയച്ചത് ആ രീതിയിലായത് കൊണ്ടും എനിക്ക് അച്ഛൻ പറയുന്ന വാക്ക് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കഷ്ടതയായാലും നല്ലതായാലും അതിന് അനുയോജ്യമായ ജീവിതത്തിലൂടെ പോകാന്നുള്ള രീതിയിൽ ഞാനും മുന്നോട്ട് പോയി. അങ്ങനെ 95-ല് പിന്നെ എനിക്ക് മൂത്ത ഒരു മകള് പ്രഗ്നന്റ് ആയി. ഒരു മകളെ എനിക്ക് ദൈവം തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മദ്യപാനം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. ലോറിയുണ്ട്. ആ ലോറി വണ്ടി ഓടുന്ന രാവിലെ 5 മണിക്ക് എടുത്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ബാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയാണോ കാണുന്ന ബാർ അവിടെ കൊണ്ടിടും. എന്നിട്ട് ഫുൾ ടൈം മദ്യപാനവും അത് കഴിഞ്ഞ് ബോധമില്ലാതെ വീട്ടിൽ വരുന്ന അവസ്ഥയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒത്തിരി വേദനയിലൂടെ ജീവിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. അങ്ങനെ എൻ്റെ അമ്മായി എന്ന് പറഞ്ഞാല് ഞാന് അവർക്കൊരു മകളും സ്വന്തം മകൻ ഒരു മരുമകനും പോലെയായിരുന്നു. അവരെന്നെ ഒത്തിരിയേറെ സ്നേഹിച്ചു. കാരണം ഏത് സാഹചര്യത്തിലും ഞാൻ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു കൊണ്ടുവന്നൊരു വ്യക്തിയായതുകൊണ്ട് അവരെന്തെങ്കിലും എന്നെ വേദനിപ്പിക്കുന്ന ഭാഷയോ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ മിണ്ടാതെ ഇങ്ങ് ഇരിക്കും. കാരണം ഒന്നും തർക്കിച്ചൊന്നും പറയാൻ പോകത്തില്ല. അങ്ങനെ അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹം. മോനെ മരുമോനും മകളെ മരുമോളുമായിട്ട് അവര് എന്നെ കണ്ടു. ഒത്തിരിയേറെ അവര് വേദനിക്കുന്നത് ഞാൻ കണ്ടു മകനിലൂടെ. കാരണം ഒരു മകന്റെ ദൗത്യം അച്ഛനെയും അമ്മയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരെ നോക്കി നടത്തേണ്ട മകനെ അവര് നോക്കുന്ന രീതി കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എനിക്ക് വേണമെങ്കിൽ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകാം. പക്ഷെ അവർക്ക് കളയാൻ പറ്റൂല. അങ്ങനെ ഞാൻ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മദ്യപാനത്തിലൂടെ കടന്നു പോകുമ്പോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോവും. അമ്പലത്തിലൊക്കെ പോയി വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തി ചോദിച്ചറിയാനൊക്കെ പോയി. എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ വന്നത്? സമയദോഷം കൊണ്ടാണോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് ഞങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ വീട്ടിലുള്ള സ്വസ്ഥത എന്ന് പറയുന്നത് അതിലുപരി ഇരട്ടിയായിരിക്കും. അസ്വസ്ഥതയായിരിക്കും. സാധാരണ വരുന്ന ലെവലല്ല അടുത്ത ലെവൽ വരുന്നത്. അങ്ങനെ ഒത്തിരി അമ്പലങ്ങൾ തോറും വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി. ഒരു രക്ഷയില്ല. സമാധാനം എന്ന് പറയണ ഒരു തരി പോലും എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പിന്നെ മോളായതുകൊണ്ട് അച്ഛനും അമ്മയും ആ മകൾക്ക് വേണം എന്നുള്ളത് കൊണ്ടും വീണ്ടും അച്ഛൻ എന്നെ ഉപദേശിച്ച് ഒത്തിരി വർഷങ്ങൾ ഞങ്ങളുടെ ലൈഫ് വീട്ടിൽ നീണ്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോള് മേരി മാതാ സ്കൂളില് LKG, UKG ഒക്കെ കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായി. ഞാന് ഈ 3-4 വർഷം കൊണ്ട് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവം ഉണ്ടോ? അമ്പലങ്ങളിൽ പോയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും എന്ത് കേൾക്കാത്തത്? ഞങ്ങളുടെ പാരമ്പര്യമായി വിശ്വസിക്കുന്ന ദൈവമല്ലേ?
എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊക്കെ ചിന്തിച്ച നിമിഷം റോഡ് നീളെ മോളെ കൊണ്ടാക്കിയിട്ട് കരഞ്ഞ് മുകളിലോട്ട് നോക്കി കരഞ്ഞിട്ട് ഞാൻ റോഡ് നീളെ ആരും കാണാതെ വന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട്. അത് ആരാണെന്ന് ഞാൻ ചോദിച്ച നിമിഷങ്ങൾ റോഡിലൂടെ കരഞ്ഞു പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആരോടും പറയത്തില്ല. മനോവേദനയെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ യൂണിയനിൽ ജോലിയുണ്ട്. അദ്ദേഹം ഒരു പല്ല് വേദന ആയതുകൊണ്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പോയി പോങ്ങുമ്പോഴുള്ള. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ തിരക്കും ചോദിക്കുകയൊക്കെ ചെയ്യും. നല്ല സ്നേഹമുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് എന്റെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അങ്ങനെ ആ ഡോക്ടർ മാമനോട് പറഞ്ഞു ഇങ്ങനെ പട്ടം ജീസസ് ഫോൾസ് ആണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആരാധനാലയമുണ്ട്. അവിടെ നിങ്ങള് മോൻ വേണ്ട, നിങ്ങളുടെ വൈഫും മരുമോളുമായിട്ടൊക്കെ പോയാൽ മതി. അവിടെ ചെന്നാൽ ഏത് കാര്യത്തിനും നിവൃത്തി ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും എന്നൊക്കെ ആ മാമനോട് പറഞ്ഞു. പക്ഷെ മാമനും ഭയങ്കര പ്രശ്നമാണ്. കള്ളം കുടിച്ചുകൊണ്ട് വന്നാലും മദ്യപിച്ചുകൊണ്ട് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. എന്റെ ഹസ്ബൻഡിനെ കുറ്റം പറയുന്നതല്ല. നമ്മളെ കുടുംബ ജീവിതത്തില് തകർക്കുന്ന ഒരു പൈശാചിക ദുരാത്മാവുണ്ട്, മദ്യാസക്തി. അത് ഓരോ കുടുംബത്തെയും ഇന്നും അത് തകർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്റെ അമ്മായിയമ്മ ആദ്യം മാമനുമായിട്ട് ആരാധനാലയത്തിൽ കടന്നുപോയി. എന്നെ കൊണ്ടുപോയില്ല. പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. മോനെ കുറിച്ചും എന്നെ കുറിച്ചും കൊച്ചു കുഞ്ഞിനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കാനിടയുണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മക്കളെ അവിടെ നമുക്ക് പോവാം, നമുക്ക് അമ്പലത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവര് അമ്പലം എന്ന് കേട്ടാ അവിടെ വിഴുന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ മകന്റെ ഈ ഒരു ലെവലായപ്പോ അവർക്ക് എവിടെ പോയാലും ഒരു സ്വസ്ഥത കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവര് പോയി. അവര് പോയിട്ട് എന്നെയും പിന്നെ അവര് പോയതിനു ശേഷം എന്നെയും കൊണ്ടുപോയി. ഞാനും പോയി. ഞാനും ആരാധനയിൽ പോയി. എനിക്കൊന്നും അറിയത്തില്ല. അവര് കൈയടിക്കുന്നു, പാടുന്നു, വചനം പറയുന്നു. ഇതൊക്കെ എന്താണെന്ന് ഞാൻ അന്തം വിട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് കർത്താവിനെ, യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ കടയില് പത്രക്കെട്ടുകളൊക്കെ കൊണ്ടുവരും കുഞ്ഞുനാളില്. അപ്പോ ഞാൻ കടയിൽ പോയി, നമ്മളെ കടയിൽ ഇരിക്കുമ്പോൾ ഈ പത്രക്കെട്ടുകളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് നീല കളറുള്ള ബൈൻഡിലുള്ള പുതിയ നിയമം എന്നും പറഞ്ഞൊരു ഇത് കണ്ടിട്ടുണ്ട്. അത് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് നല്ല രസം തോന്നി. കാരണം ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. ഒരു യേശുവിനെ ഇങ്ങനെ ക്രൂശിക്കുന്നതും യേശുവിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിനോടൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നി. പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ചർച്ചിൽ പോകുന്ന കുട്ടികളാണ്. കുറച്ച് അവരുടെ അടുത്ത് ഞാൻ കൂട്ടുകൂടാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നു ചർച്ചിൽ എന്തുണ്ടായിരുന്നു, എങ്ങനെയാണ് പ്രാർത്ഥന, അവര് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് അതിനോട്. അമ്പലത്തിൽ അങ്ങനെയില്ല. നമ്മൾ പോവും, പ്രാർത്ഥിക്കും, നമ്മളെ കാര്യങ്ങൾ നോക്കി ഇങ്ങ് വരും. പക്ഷെ അവിടെ ഇങ്ങനെ പാട്ട് പാടും, ഇന്ന് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഭയങ്കര നല്ല മെസ്സേജ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൊച്ചുനാളിലെ ഒരു ഭയങ്കര അട്രാക്ഷൻ എനിക്കുണ്ടായിരുന്നു. ആ ഒരു ജീവിതത്തിൽ കടന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥ. കാരണം ഒരു കുട്ടിയെ ഒരു നമ്മളെ ഭവനത്തിൽ ഒരു കുട്ടി വഴിമാറി ഒരു ഒരു വനപ്രദേശത്ത് അല്ലെങ്കിൽ വന്യജീവികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയാൽ എങ്ങനെയിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ? അതേപോലെ ആയിപ്പോയി എന്റെ ജീവിതം. അപ്പോ ഞങ്ങൾ ആരാധനയ്ക്ക് പോയി. അവിടെ കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, പിന്നെ പാട്ട് പാടുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തർക്ക് വിടുതൽ കിട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഇഷ്ടം തോന്നി. വീണ്ടും വീണ്ടും എനിക്ക് അവിടെ പോയാലോ എന്ന് ഞാൻ അമ്മയോട് പറയും. അപ്പൊ അവര് പറയുമ്പോൾ നമുക്ക് പോവാം, നമുക്ക് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് ഞങ്ങളെല്ലാരും, ഞാനും ഹസ്ബൻഡ് വരത്തില്ല, അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. അമ്പലത്തിലൊക്കെ പോവും. ഒരു നല്ലൊരു മനുഷ്യനാണ്, പാവമാണ്. പക്ഷെ മദ്യം കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാനും പറഞ്ഞു, എന്റെ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ മദ്യപിച്ചിട്ട് നമ്മൾ ജീവിച്ച എത്ര കാലം ജീവിക്കും? നമുക്ക് ഒരു പെൺകുഞ്ഞാണ് എന്നൊക്കെ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ലോറി എന്ന് പറയുന്നത് അതിൽ വരുന്ന ലോഡിങ്ങുകാരൊക്കെ ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പൊ എത്ര നമ്മൾ നന്നാവാൻ ശ്രമിച്ചാലും അവര് ആ ലെവലിലോട്ട് ഓരോന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അപ്പൊ ഈ ഒരു ഡ്രൈവർ ജോബ് എന്ന് പറയുന്നത് അത്ര ആ ഒരു ലെവലാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയും പറഞ്ഞപ്പോ ആലയത്തിൽ പോവാനൊക്കെ സമ്മതിച്ചു. അങ്ങനെ എന്റെ ഹസ്ബൻഡിനെയും കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നെ ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ആലയത്തിലൊക്കെ വരാനൊക്കെ തുടങ്ങി. 1997 കാലഘട്ടത്തില്. അത് കഴിഞ്ഞ് എനിക്കൊരു രണ്ടാമതൊരു മോള് ഞാൻ പ്രഗ്നന്റ് ആയി. 98 ആയപ്പോ രണ്ടാമതൊരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് കൃപയാൽ തന്നു. അങ്ങനെ ഞങ്ങള് 2 മക്കളുമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ സമയത്ത് 98-ല് അത് കഴിഞ്ഞ്
ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോകും. പക്ഷെ പുള്ളിക്കാരൻ വരത്തില്ല. മദ്യപിച്ച് വീട്ടിൽ വരുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഒന്നുകിൽ ഓട്ടോയിലൊക്കെ എടുത്തിട്ടുണ്ട് വരും. ആരെങ്കിലൊക്കെ കൊണ്ടുവരും. വണ്ടി ഏതെങ്കിലും റോഡ് ഭാഗത്ത് കൊണ്ട് കളഞ്ഞിട്ട് വീട്ടിൽ വരും. പിറ്റേന്ന് വണ്ടി എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അയ്യോ വണ്ടി ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് പോയി തപ്പി തടഞ്ഞ് പിന്നെ ലോറി എടുത്തോണ്ട് വരുന്നത്. അങ്ങനെ ഒരു 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 ബാധ്യതയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി. കാരണം അങ്ങനെയൊക്കെ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിവിടെ ജീവിച്ചാ പറ്റില്ല. കാരണം ഒത്തിരി കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരിൽ അകപ്പെടുമ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരനല്ലാതെ ആയിപ്പോവും. അപ്പൊ എന്റെ അമ്മായിയമ്മ തന്നെ പറഞ്ഞു, "നിങ്ങള് നിങ്ങടെ മകൾക്ക് കൊടുത്ത സ്ഥലത്ത് ഒരു വീട് വെച്ച് ഇവനെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും." അപ്പൊ ഞാൻ പറഞ്ഞു, "എവിടെ കൊണ്ടുപോയാലും മദ്യപിക്കുന്ന ഒരാളെ എങ്ങനെയാ അമ്മ ജീവിപ്പിക്കുന്നത്? നമുക്ക് അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവാം. അവിടെ പോയി ഇൻജെക്ട് ചെയ്യാം. അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ചു." അപ്പൊ അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ കാരണം ഈ അമ്മയും ഈ അച്ഛനും ഒക്കെ ഒത്തിരി വേദനിക്കുന്നുണ്ട് മകനിലൂടെയുള്ള. അതുകൊണ്ട് ഞങ്ങള് പ്രത്യേകം മാറിപ്പോയാല് അമ്മായിയമ്മ തന്നെയാണ് അച്ഛനോട് പറഞ്ഞത് ഇവനെ പ്രത്യേകം ആക്കി കുടുംബക്കാരനാക്കിയാൽ ചിലപ്പോൾ നേരെയാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്കിൽ അങ്ങനെ പോവാം. വീട് അച്ഛൻ വെച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെ 2000-ത്തിലെ വീട് എനിക്ക് ദൈവം തന്നു. ഒത്തിരി വേദനപ്പെട്ടു. ഞാൻ അവരുടെ വീട്ടിൽ കിടക്കുമ്പോഴും ഒത്തിരി വേദനയായിരുന്നു. എനിക്കൊരു ഭവനം ആരും അറിയാതെ എന്റെ സങ്കടങ്ങളൊക്കെ എന്റെ വീട്ടിൽ ഇരുന്ന് എനിക്ക് കരഞ്ഞെങ്കിലും തീർക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കരയും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടു. പക്ഷെ ആ ഒരു പ്രാർത്ഥന എന്റെ പ്രാർത്ഥന കർത്താവെന്ന് എനിക്കിപ്പോഴാണ് പറയാൻ പറ്റുക. അന്ന് എനിക്കറിയില്ല ദൈവം കർത്താവാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തെ കാണുന്ന നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന എന്റെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സർവ്വശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമാണ്. അപ്പൊ ആ ദൈവം എന്റെ ആഗ്രഹങ്ങൾ കണ്ടു, കേട്ടു. ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ, കർത്താവ് കേട്ടു. എനിക്ക് അങ്ങനെ 2000-ത്തില് എന്റെ അച്ഛൻ എനിക്കൊരു വീട്, പുതിയൊരു ഭവനം വെച്ച് തരാൻ ഇടയായി. അപ്പൊ ആ ഭവനത്തില് പാല് കാച്ചി കയറുന്നതിന് മുമ്പ് പുള്ളിക്കാരനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണമെന്നൊരാഗ്രഹം എല്ലാരും കൂടെ അമ്മായിയമ്മ, അമ്മാവൻ, എന്റെ അച്ഛനൊക്കെ പറഞ്ഞ് എന്റെ പേരില് പുള്ളി അതിന് സമ്മതിച്ചു. അങ്ങനെ വെള്ളനാട് പുനരാലം എന്ന് പറയുന്ന ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി 2 ആഴ്ചയോളം ട്രീറ്റ്മെന്റ് എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞാണ് വീട്ടില് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാനായിട്ട് വന്നത്. അവിടുന്ന് പറഞ്ഞായിരുന്നു ഇനി മദ്യപിച്ചാലും ഒന്നുകിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാണ് അവര് വിട്ടത്. അവിടെ ചെന്നപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അവിടെ ആരാധന. വൈകിട്ടാകുമ്പോ അവര് പ്രാർത്ഥന വെക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്. എല്ലാം കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. രക്ഷ പ്രാപിക്കാൻ അവിടെ പോയാൽ യാതൊരു മനുഷ്യനും പിന്നെ ആ ഒരു രീതിയിലോട്ട് പോകത്തില്ല. രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക്. അവിടുന്ന് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ വന്നു. പിന്നെ കുടിക്കാനൊന്നും ഭയങ്കര പേടിയായിരുന്നു. അവിടുന്ന് ടാബ്ലറ്റ് തരുമായിരുന്നു കഴിക്കാനായിട്ട്. ഓരോ ദിവസം കൊടുക്കാൻ വേണ്ടി ടാബ്ലറ്റ്. അങ്ങനെ ഒരു വർഷത്തോളം എന്റെ ഹസ്ബൻഡ് കുടിച്ചില്ല. നല്ലതായിട്ട് നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു. എപ്പോഴും ആരാധനയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോവാറില്ല. യേശുവിന്റെ ആലയത്തിൽ പോവും പ്രാർത്ഥിക്കും എന്നുണ്ടെങ്കിലും അത്രയേറെ വിശ്വാസത്തിലൊന്നും ഞങ്ങൾ വന്നിട്ടില്ല. അമ്മയ്ക്ക് വിശ്വാസമായിരുന്നു. അമ്മ പോങ്ങുംപുട്ടിലാണ്. അമ്മയും മാമനും ഒറ്റയ്ക്കാണ്. ഞങ്ങൾ ഇവിടെയുമാണ്. അപ്പൊ അവര് ദിവസവും ആലയത്തിൽ പോവും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവര് സ്നാനപ്പെടുകയും രക്ഷ പ്രാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടുന്ന് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എന്നോടും പറയും നീ സ്നാനപ്പെടണം, നീ ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മുടെ നമ്മള് വിശ്വസിച്ച ദൈവമൊന്നും അല്ല നമ്മള് സൃഷ്ടിച്ചത്, ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ കുടുംബ പശ്ചാത്തലം ഹൈന്ദവമായതുകൊണ്ട് ഞങ്ങൾ എന്റെ അച്ഛന്റെയും സഹോദരങ്ങളുടെ അടുത്തായതുകൊണ്ടും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവരാണ് എന്നെ സഹായിക്കുന്നത്. എന്നെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അവരാണ്. ഏത് സാഹചര്യത്തിലായാലും എല്ലാത്തിലും എന്റെ സഹോദരങ്ങൾ കർത്താവ് എനിക്ക് ഞാനൊരു എന്താ പറയാ ആഹ് ഒരു ശക്തിയില്ലാത്ത ഒരു വ്യക്തിയാണ്. ഒന്നിനെയും താങ്ങാൻ കഴിയില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവദൂതന്മാരെ പോലെ എനിക്ക് സഹോദരങ്ങളെ തന്നു. ഏതൊരു അവസ്ഥയിൽ എന്നെ താങ്ങുവാൻ, എന്നെ സഹായിക്കുവാൻ, എന്നെ കരുതുവാനൊക്കെ എനിക്ക് സഹോദരങ്ങളെ ദൈവം തന്നു. ഇപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് നമ്മളൊരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പേ ദൈവം എല്ലാം കരുതി തരും. താങ്ങാനും കരുതാനും ഒക്കെ ഓരോരുത്തരെയും നമുക്ക് ദൈവം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടെന്ന് ഇപ്പോ എനിക്കറിയാൻ പറ്റി. അങ്ങനെ എനിക്ക് ഏതൊരു അവസ്ഥയിലും ഒരു പാതിരാത്രി ആയാലും ഹസ്ബൻഡ് ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യും. എന്നെ സ്നേഹിക്കുന്നു. ഭയങ്കരമായി സ്നേഹിക്കുന്നു. എന്റെ അച്ഛൻ, എന്റെ സഹോദരങ്ങൾ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഒരു സഹോദരനാണ്. എന്റെ അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത ഒരു അച്ഛൻ എന്ന് പറയുന്നത് എന്റെ ഒരു സഹോദരനാണ്.
എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വേദന വന്നാൽ ആ സഹോദരനാണ് എനിക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വീട്ടില് 1 വർഷത്തോളം നല്ല രീതിയിൽ പോയി. അപ്പൊ എന്റെ അമ്മായിയമ്മയ്ക്ക് പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്ഥലം വിറ്റിട്ട് നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കുറച്ച് സ്ഥലം വാങ്ങി വീട് വെക്കാന്ന് പറഞ്ഞ് അങ്ങനെ അവരും അവിടുന്ന് വിറ്റ് ഞങ്ങളുടെ സ്ഥലത്തോട്ട് വന്നു. നല്ലൊരു വീടും ആഹ് നല്ല സ്ഥലമൊക്കെ കിട്ടി. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടിപ്പർ പോരാ 2 ടിപ്പർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ടിപ്പറായി. ലോൺ എടുത്ത് ടിപ്പർ വാങ്ങിച്ചു. പിന്നെ പുള്ളിക്കാരൻ ഗുളിക കൊടുത്താൽ കഴിക്കത്തില്ല. അങ്ങനെ ഇപ്പം പതിയെ പതിയെ വീണ്ടും മദ്യപാനത്തിലോട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ആയി. അങ്ങനെ വീട്ടിന് ചെറിയൊരു ലോൺ ഉണ്ടായിരുന്നു. ടിപ്പറിന് ലോൺ ഉണ്ടായിരുന്നു. അങ്ങനെ കടങ്ങൾ കൂടി കൂടി വീട്ടില് പിന്നെ നമ്മള് അഡിക്ഷൻ സെന്ററിൽ പോയി മരുന്ന് ഇൻജെക്ട് ചെയ്താല് പിന്നെ മദ്യാസക്തി വന്നാൽ ഭയങ്കര പാടാണ്. അവര് പിന്നെ വയലന്റ് ലെവലിലോട്ടൊക്കെ പോകും. അതുവരെ മുമ്പുള്ള കാലത്തെ പോലെയല്ല. ഭയങ്കര ഉപദ്രവമല്ല സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വേദനകളിലൂടെ അങ്ങനെ മാത്രം ഒരു വയലന്റ് ഒരു സ്വഭാവത്തിലോട്ട് വന്നു. അതെനിക്ക് പിന്നെ പിന്നെ താങ്ങാനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോലും ഒരു സ്വസ്ഥതയും വീണ്ടും ഇല്ല. സമാധാനമില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നീ ആലയത്തിൽ വരണം, പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് കർത്താവിനെ ഇഷ്ടമാണ്. വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് അടുത്ത് വരാൻ അല്ലെങ്കിൽ കൂടുതൽ കർത്താവിനെ മാത്രം മതി എന്നൊക്കെ ചിന്തിച്ച് അടുത്ത് വരാൻ എനിക്ക് സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളും മറ്റുള്ള സമൂഹത്തിലുള്ള അതൊക്കെ ഓർത്തിട്ട് ഞാൻ വീണ്ടും വീണ്ടും പിന്നോട്ടൊരവസ്ഥയിലോട്ട്. എന്നാലും ഞാന് വായിക്കും. ബൈബിളുണ്ട്. ബൈബിൾ എടുത്ത് വെച്ച് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ബൈബിൾ വായിക്കും. എന്നിട്ട് ആരും കാണാതെ പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം മദ്യപിച്ച് ഒരു ദീപാവലി സമയത്ത് വണ്ടിയെല്ലാം ഒതുക്കിയിട്ട് വീട്ടിൽ വരാതെ മദ്യപിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ ഭയങ്കര ബഹളമായി. ഞങ്ങള് 2 കുഞ്ഞുങ്ങളാ. ഒരാള് 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നു. ഇളയാള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങളെ പുറത്താക്കിയിട്ട് കഥ കഴിച്ചു. അപ്പൊ പിന്നെ രാത്രി 11 മണി 12 മണിയാവും. ഞാന് എന്ത് ചെയ്യും? സിറ്റൗട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ അവിടുന്ന് കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. നടന്നു പോകാനുള്ള ദൂരമാണെങ്കിൽ 1 കിലോമീറ്ററോളം നടക്കണം ഈ സമയത്ത്. അങ്ങനെ നടന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നില്ല. അവിടെ എൻ്റെ ഹസ്ബൻഡ് മാത്രം കിടന്ന് പിറ്റേന്ന് ഞങ്ങളെ വന്ന് വിളിച്ചിട്ട് ഞങ്ങൾ വന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ള രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരന്റെ അമ്മയുടെ അടുത്തും പോയി. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ഞാനും വന്ന് എൻ്റെ സ്വന്തം വീട് അടച്ചിടുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ മദ്യപാനത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്ത് വീണ്ടും ഒരു കോംപ്രമൈസിൽ അമ്മ വന്ന് പറഞ്ഞു അച്ഛനുമായിട്ട് അച്ഛന്റെ ഉപദേശങ്ങൾ കേട്ടാ പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റൂല. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ 2 വർഷം 3 വർഷം ഗ്യാപ്പ് ഇട്ട് മാറിയും തിരിഞ്ഞും ഒക്കെ ഒരുപാട് വർഷങ്ങളായി. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിൽ പറ്റൂല. എനിക്കൊരു ജോലി വേണം. എനിക്ക് കുട്ടികളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു എങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുത്ത് പഠിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അന്ന് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം 2005, 2006 കാലഘട്ടം. എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ DCA പഠിച്ചു. പിന്നെ PG DSA ഒക്കെ പഠിച്ച് പാസ്സായി. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോൾ പിന്നെ എനിക്ക് ജോലി വേണം. എവിടെയെങ്കിലും പോയി ഒരു ഡേറ്റ എൻട്രി ആയിട്ടെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി വേണം എന്നുള്ള അത്യാവശ്യത്തിൽ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച സെന്ററിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ടീച്ചർ ട്രെയിനിങ് ആയിട്ട് ഒരാളെ എടുക്കുന്നുണ്ട്. വന്നാല് അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം ട്രെയിനി ആയിട്ട് നിന്നതിന് ശേഷം ഞാനൊരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തു. 2 വർഷത്തോളം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്നും പിന്നെ LIC ഒരു ഏജന്റ് ഫെഡറേഷൻ ട്രസ്റ്റിലെ ഡേറ്റ എൻട്രി ആയിട്ട് ജോലി കിട്ടി. അങ്ങനെ ഇരുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഇനി ജോലിക്ക് പോകാൻ പറ്റൂല. വീട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി എൻ്റെ കാര്യം നോക്കി ഇരുന്നാ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വഴക്കുണ്ടായി. പിന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവം. വീട്ടിൽ വന്ന് അച്ഛനോടും വഴക്കിട്ടു. എല്ലാ സഹോദരങ്ങളോടും വഴക്കിട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളായി. പിടി വലിയൊക്കെ. അങ്ങനെ പിന്നെ പോലീസ് സ്റ്റേഷൻ പിന്നെ അവിടെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസൊക്കെ ഫയൽ ചെയ്തു. അങ്ങനെ പോലീസ് എന്നോട് ചോദിച്ചു ഇനിയും പുള്ളിക്കാരനായിട്ട് താമസിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ മദ്യപാനം ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ താമസിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഉപദ്രവം അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് പറഞ്ഞു ഇനി പറ്റൂല, കോർട്ടിൽ പോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ
സഹോദരങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോവാം. കോടതിയിൽ പോയി നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ 2008 ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് 2008 കോർട്ടിൽ നമ്മൾ ഡിവോഴ്സിനായിട്ട് പേപ്പർ അപ്ലോഡ് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഒത്തിരി ഭാരം തോന്നി. കാരണം ഞാന് എന്റെ കുഞ്ഞുങ്ങള് അവര് മൂത്തയാള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. CBSE പഠിക്കുന്ന നല്ല കാശാണ്. പിന്നെ അതുപോലെ ഇളയാള് 8ല് പഠിക്കുന്നു. അവരെയൊക്കെ പഠിപ്പിക്കണം. പക്ഷെ എന്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഫുഡ് എല്ലാം തരും. അക്കോമഡേഷൻ എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല. എന്റെ ജീവിതം ഇങ്ങനെ താറുമാറായി പോയല്ലോ. എന്റെ കുട്ടികൾ പെൺകുട്ടികളാണ്. അവർക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ള ഒരു ഭയങ്കര വിഷമം. എനിക്ക് എന്റെ സഹോദരങ്ങളെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷെ എന്റെ ജീവിതം മാത്രം എന്തെന്നുള്ള ഒരു ആരുടെ മുന്നിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. എന്തെങ്കിലും ഹസ്ബൻഡിനെ ചോദിക്കുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ ഒരു മടി. എപ്പോഴും മൂടിയായിട്ട് നടക്കുന്ന ഒരവസ്ഥ. ജോലിക്ക് പോകുമ്പോഴും ഒത്തിരി എല്ലാവരും ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന്. അപ്പൊ അവരോടൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ട്, പ്രയാസമൊക്കെ ആയി. അങ്ങനെ കോർട്ടില് ഞങ്ങള് പോയി. ഞാൻ തന്നെ ഡിവോഴ്സിന് ഞാൻ കാരണം ഇനി ആരും ബുദ്ധിമുട്ടരുത്. എന്റെ അച്ഛൻ ഒത്തിരി വേദനിച്ചു. എനിക്ക് വേണ്ടി മറ്റുള്ള സഹോദരങ്ങളൊക്കെ അടിക്കും പിടിക്കും വഴക്കിനൊക്കെ പോകുന്നുണ്ട്. അത് വേണ്ട. എന്റെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വയം എന്റെ അച്ഛനോട് പറഞ്ഞു എനിക്കിനി വേണ്ട അച്ഛാന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സിന് കൊടുത്തു. അപ്പോഴും ഭയങ്കര ഭാരം തോന്നി. ഞാന് എന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തില് വളരുമ്പോ അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുമ്പോൾ എന്റെ കുട്ടികൾക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഇല്ലാതെ വരുമ്പോ അവരുടെ മാനസികാവസ്ഥ ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ബൈബിള് എന്റെ കയ്യിലുണ്ട്. ആരും കാണാതെ കരഞ്ഞു. കർത്താവേ, എന്റെ ജീവിതത്തില് ഈ ഒരു അവസ്ഥ മാറി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. എന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന് ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ അറിയാതെ ഞാൻ വന്ന എന്റെ ആരാധനക്ക് ഒറ്റയ്ക്ക് ഞാൻ വന്നു. അന്ന് എന്നെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടാവുമെങ്കിൽ എനിക്ക് അവരോട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. വന്നപ്പോ ഞാൻ പഴയ ആൾക്കാരൊന്നും എന്റെ ആലയത്തിൽ ആരുമില്ല. ഒരു വ്യക്തി മാത്രം, ഒരു പാസ്റ്റർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലാണ്. ഞങ്ങളിപ്പോ കോർട്ടിലാണ് ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വിഷയം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നിങ്ങളുടെ ജീവിതം ഒരു കുപ്പി ഗ്ലാസ് തറയിൽ വീണാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു ചിതറിയ അവസ്ഥയിലാണ്. അത് മനുഷ്യനാൽ അസാധ്യം. എന്നാൽ ദൈവത്താൽ സകലതും സാധ്യമെന്ന് ഇങ്ങനെ പറഞ്ഞു. ആ ഉടഞ്ഞ ചില്ലുപോലെ കിടക്കുന്ന ഗ്ലാസിനെ ഒന്നാക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ. അത് ഏത് അവസ്ഥയിലായാലും ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് സിസ്റ്റർ പോ. ഇത് നിങ്ങൾ പിരിക്കാൻ ആരെക്കൊണ്ട് മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. ദൈവം ഒന്നാക്കുമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചു വിട്ടു. അങ്ങനെ 2009 കഴിഞ്ഞു. 2010 ആയപ്പോ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഞാൻ ഇനി കുടിക്കൂല. അങ്ങനെ ഞങ്ങള് കോർട്ടില് എന്റെ ഹസ്ബൻഡും അമ്മയായിട്ട് ഒരു ഭാഗത്ത് വന്നു. ഞാനും എന്റെ അച്ഛനും ഒരു ഭാഗത്ത് നിന്നു. അങ്ങനെ ജഡ്ജിയോട് കാര്യങ്ങളൊക്കെ ജഡ്ജി ഒരു കോർണറിൽ ഞങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉപദേശങ്ങളൊക്കെ അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴും എന്റെ ഹസ്ബൻഡിനോട് ജീവിക്കാൻ താല്പര്യം തന്നെയാണ്. മദ്യപാനം കൊണ്ടാണ് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയത്. അതുകൊണ്ടാണ് ഡിവോഴ്സ് ആവാൻ ആഗ്രഹിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അന്നൊരു മേഡം ആയിരുന്നു. ആ മേഡം പറഞ്ഞു അതൊക്കെ പോട്ടെ, ഇനി നല്ലതായിട്ടൊക്കെ ജീവിക്കും. ഇനി നിങ്ങൾ ഡിവോഴ്സിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ കൗൺസിൽ ചെയ്ത് ജഡ്ജി തന്നെ അതിനൊരു ഒത്തുതീർപ്പാക്കി. ഒത്തുതീർപ്പാക്കി എനിക്ക് പിന്നെ നഷ്ടപ്പെട്ടു പോയ ഓർണമെന്റ്സിന്റെയൊക്കെ എന്റെ ഒരു അവകാശം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവര് തന്നത് അവര് തന്നെ തിരിച്ചു വാങ്ങത്തക്ക രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, നിങ്ങൾ തന്നെ വാങ്ങിച്ചെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് എന്റെ അമ്മായിയമ്മ തന്നെ ഞങ്ങളെ ഇനി വേർപിരിക്കാൻ പറ്റൂലെന്ന് അമ്മായിയമ്മ തന്നെ ഒപ്പിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ഒരുമിച്ച് ഞങ്ങൾ ഭവനത്തിലേക്ക് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് വന്നു. അത് മനുഷ്യന്റെ പ്രയത്നം കൊണ്ടല്ല, ഓരോ ഹൃദയങ്ങളിലും ദൈവം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ ഒരു അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കി തന്നത്. ദൈവം എത്ര വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഒത്തിരി വിഷമം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എനിക്ക് എനിക്ക് എന്റെ ദൈവം എനിക്ക് തന്ന ഒരു വാക്യം അല്ലെങ്കിൽ വാഗ്ദത്ത വാക്യം 41 യെശയ്യാപ്രവചനം 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം. ഏത് പ്രതിസന്ധിയിലും എനിക്ക് എന്റെ കർത്താവ് എന്നോട് കൂടെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് എന്നെ താങ്ങുമെന്ന് പറയുന്ന വചനം അന്ന് മുതൽ ഇന്ന് വരെയും ആ ഒരു വചനത്തിന്റെ ശക്തി, ഏത് പ്രതിസന്ധിയും എനിക്ക് മറികടക്കാൻ പറ്റുന്ന ശക്തി അത് എന്നെ വ്യാപരിക്കുന്നുണ്ട്.
അതിന്റെ ഒരു വാഗ്ദത്ത ഒരു വാക്യം തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. 2010 കഴിഞ്ഞു. അത് കഴിഞ്ഞ് 11, 12 വർഷമൊക്കെ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിച്ചു. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതും ഞങ്ങള് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ദൈവമാണ്, കർത്താവാണെന്ന് ആ ഒരു നിമിഷത്തിൽ നമ്മള് സന്തോഷം കൊണ്ട് പോവും. പക്ഷേ ദൈവത്തെ പിന്നെ നമ്മള് അങ്ങോട്ട് ദൈവത്തിന്റെ അടുക്കൽ പോകാതെയും ദൈവത്തിൽ നിന്ന് അകന്നു മാറുമ്പോൾ ദൈവം എത്രമാത്രം വിഷമിക്കും. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വാങ്ങിക്കൊണ്ട് ദൈവത്തിലേക്ക് അടുക്കാതിരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിലും ഞാൻ വിചാരിച്ചു എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. എനിക്ക് ദൈവം സമാധാനം തന്നു. ഞങ്ങൾ ഒന്നായല്ലോ എന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ ദൈവത്തിന്റെ അടുക്കൽ വരുന്ന നമ്മള് വചനം വായിക്കുന്നു. 10 കുഷ്ഠരോഗികള് വന്നിട്ട് അതില് 10 പേരെയും ദൈവം സൗഖ്യമാക്കി. അതില് ഒരാൾ മാത്രമേ തിരിച്ചു മടങ്ങി വന്ന് ദൈവത്തിന്റെ അടുത്ത് മഹത്വം എനിക്ക് സൗഖ്യമായി എന്ന് നന്ദി പറയാൻ ഒരാൾ മാത്രമേ വന്നു. അതുപോലെ എനിക്ക് ഒത്തിരി ദൈവം വിടുതലും അനുഗ്രഹങ്ങളും എല്ലാം എനിക്ക് ദൈവം തന്നു. പക്ഷെ വീണ്ടും വീണ്ടും എനിക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് പോവാൻ പറ്റിയില്ല. കാരണം എന്റെ അവസ്ഥ, എന്റെ സാഹചര്യങ്ങളെ മാത്രം ഞാൻ പേടിച്ച് പിന്മാറിയതാണ്. പിന്മാറിയതല്ല, എന്റെ വീട്ടിൽ ബൈബിളുണ്ട്. എനിക്ക് പുറത്ത് ആലയത്തിൽ പബ്ലിക്കായിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് ദൈവത്തിന് നന്നായി അറിയാം. എന്റെ സാഹചര്യം ആ ലെവലിലായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങള് 2012, 12 വർഷം കഴിഞ്ഞു. മോള് +2 കഴിഞ്ഞു. നല്ല ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു മോൾക്ക്. അത് കഴിഞ്ഞൊക്കെ ബിടെക്കിന് പഠിക്കണമെന്ന് ഞാൻ തന്നെയാണ്. ഞാൻ കമ്പ്യൂട്ടർ ഫീൽഡ് ആയതുകൊണ്ട് അവളെ കമ്പ്യൂട്ടർ ഫീൽഡിൽ തന്നെ കൊണ്ടുപോകണം. ഐടി ഫീൽഡിൽ തന്നെ കൊണ്ടുപോകണമെന്ന് എന്റെ ആഗ്രഹം. അങ്ങനെ അവളോട് പറഞ്ഞു നമുക്ക് ഐടി എടുക്കാം. കമ്പ്യൂട്ടർ ബിടെക്കിന് പഠിക്കാന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ നമ്മള് സെന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷനായി. കമ്പ്യൂട്ടർ കോഴ്സ് തന്നെ അവൾക്ക് കിട്ടി. അങ്ങനെ അവള് ജോയിൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇളയാള് 10ാം ക്ലാസ്സിലായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായിയമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് എന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വാക്കുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഒരു വിഷയം തന്നെയാണ്. കാരണം കോടതിയില് മകനും നീയും ഒക്കെ ആയി. അങ്ങനെയൊക്കെയുള്ള ഒരു വാക്കുകളും പരിഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ തർക്കങ്ങളായി. എനിക്ക് അപ്പോൾ താങ്ങാൻ പറ്റിയില്ല. കാരണം അമ്മായിയമ്മയാണ് എനിക്ക് ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ളത്. അവരുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്റെ അച്ഛനും ആരും അറിയാതെ, എന്റെ വീട്ടുകാരൊന്നും അറിയാതെ എനിക്കിനി ജീവിക്കണ്ടാന്നൊക്കെ ഞാൻ വെച്ചു. അങ്ങനെ ആരും അറിയാതെ വാഴയ്ക്ക് ഇടാൻ വെച്ചിരുന്ന പോയസൺ എടുത്ത് ഞാൻ കഴിച്ചു. എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ എന്റെ കർത്താവിനോട്, ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ചെയ്യുന്നത് മഹാപാപമാണെന്ന് എനിക്കറിയാം. 2 കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. എനിക്ക് ദാനമായി തന്ന സകലത്തെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. എന്റെ ആത്മാവിനെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആരും കാണാതെ ഞാൻ പോയസൺ കഴിച്ചു. കഴിച്ചിട്ട് എനിക്ക് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എനിക്കിനി വേണ്ട. എനിക്കെല്ലാം ഉണ്ട്. എനിക്ക് എല്ലാ സൗഭാഗ്യവും എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് സ്വസ്ഥതയും ഇല്ല, സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു ഭർത്താവിൽ നിന്നുള്ള ഒരു സ്നേഹവും ഇല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ലോകത്തോട് ഭയങ്കര വെറുപ്പായി. എനിക്ക് ജീവിക്കണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മരിക്കാനായിട്ട് പോയിസൺ കഴിച്ചു. ആദ്യ ദിവസം ഞാനും ആരോടും പറഞ്ഞില്ല. വൊമിറ്റ് ചെയ്തു ബ്ലഡൊക്കെ പോയി. യൂറിൻ പോണം, മോഷൻ പോണം ഒക്കെ ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ആരോടും പറയാതെ ഞാൻ വീട്ടിൽ തന്നെ കിടന്ന് മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ആരോടും പറഞ്ഞില്ല. ഇന്ന് വൈകിട്ടായപ്പോ ഒരു ശനിയാഴ്ച ദിവസമാണ് ഞാനിങ്ങനെ കഴിച്ചത്. അതിനു മുന്നേ എന്റെ ഇളയ മോള് പറഞ്ഞു, "അച്ഛാ, എനിക്കൊരു ആട്ടുകുട്ടിയെ വേണം അച്ഛാ" എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിലെ അവൾക്ക് ആടിനെയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് കാണുമ്പോ നമുക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടം ആ സമയത്ത് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ചയാണ് ഞാൻ ഇങ്ങനെ അവിവേകം ചെയ്തു പോയി. പിന്നെ എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഞാൻ എന്തെങ്കിലും എനിക്ക് ആപത്ത് വന്നു പോയാ ഇവരൊക്കെ അതിന്റെ പ്രതികളാവോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല എന്നൊരു വേവലാതി ടെൻഷനൊക്കെ എന്നെ ബാധിച്ചു. ഞാൻ ആരോടും പറയാതെ ഞാൻ കിടന്ന് ബൈബിള് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദൈവമേ, എന്നെ ഒന്നുകൂടി ജീവിപ്പിക്കുവോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് നന്നായി അറിയാം. അങ്ങനെ അന്നത്തെ ദിവസം അന്നത്തെ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ടിപ്പർ കൊണ്ട് ഒതുക്കിയിട്ട് നോക്കിയപ്പോൾ കാണാം ഒരു ആട്ടുകുട്ടി. അതെന്റെ ഹസ്ബൻഡ് അന്ന് എത്രയോ മാസങ്ങളായി പറഞ്ഞ കാര്യം, ഒരു ആട്ടുകുട്ടിയെ കൊണ്ട്. അപ്പൊ ഇളയാൾക്ക് ഭയങ്കര സന്തോഷം. അച്ഛാ, എനിക്ക് ആട്ടിനെ കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് അവള് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അടുക്കളയുടെ ഒരു ഭാഗത്ത് തന്നെ കെട്ടിയിട്ട് അതിനുള്ള ആഹാരമൊക്കെ കൊടുത്തു. അപ്പോഴും എനിക്ക് ഭയങ്കര വേദന. ദൈവമേ, ഞാൻ എപ്പം മരിക്കും, എപ്പം മരിക്കും എന്നുള്ള ടെൻഷൻ. എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. ഞാന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിപ്പോ എന്റെ അച്ഛനെയും അമ്മയും ഒന്ന് കാണണം. എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്നോട് കേട്ട്, "ഇപ്പൊ രാത്രി നിനക്ക് എന്തിനാ അച്ഛനും അമ്മയും കാണാൻ? നാളെ പോയി കണ്ടാൽ മതി." ഞാൻ പറഞ്ഞു, "ഇല്ല, എനിക്ക് അവരെ കണ്ടേ പറ്റൂ." അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി.
വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആദ്യം കടയിൽ പോയി നോക്കിയപ്പോൾ അച്ഛൻ അവിടെ ഉണ്ട്. കടയിലെ ആ സഹോദരനും അച്ഛനുമായിട്ട് അവിടെ നിന്ന് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കേട്ട് മോളെന്ത് വന്നു, ഞാൻ പറഞ്ഞു അച്ഛാ എനിക്കൊന്ന് അല്ല വെറുതെ വന്നത്, എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരെയും കണ്ടു. അമ്മയും സഹോദരങ്ങളെയും കാണണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ എല്ലാരെയും കണ്ടിട്ട് മാറിയെന്ന് പറയും ഒരുപാട് നേരം ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാനൊന്നും മിണ്ടാതെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനോട് പറയാൻ പേടി, അമ്മായിയോട് പറയാൻ പേടി, എല്ലാരോടും പറയാൻ പേടി. അങ്ങനെ എന്നിട്ട് ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഈ ഉറങ്ങുന്ന സമയത്ത് എന്റെ ജീവൻ അങ്ങ് എടുക്കണേ. എനിക്കിനി ജീവിച്ചാലും ഇനി എന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. എന്റെ ശരീരം ഈ ഇപ്പോൾ കാണുന്ന ആരോഗ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ബൈബിള് കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്ന് ഉറങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞില്ല പാസ്റ്ററെ. അങ്ങനെ ഉറങ്ങി ഒരു 5 മണിയായപ്പോ എന്റെ ഹസ്ബൻഡ് വണ്ടി ഓടാൻ വേണ്ടി രാവിലെ പോകും. അപ്പോഴൊക്കെ നല്ലതായിട്ട് ജീവിക്കുന്നു. ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വഴക്കിന്റെ പേരിൽ ഞാൻ ചെയ്തു പോയ തെറ്റാണ്. അങ്ങനെ ആ 5 മണിയാകുമ്പോൾ പോയി ഈ ആട്ടുകുട്ടി അടുക്കളയുടെ ഭാഗത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര കരച്ചില്. അങ്ങനെ ചേട്ടൻ പോയി ഇങ്ങനെ നോക്കിയപ്പോ അത് കരയുന്നു. അത് അങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നത് ഓടി ഞാൻ കിടന്ന മുറിയിലോട്ട് ഓടി വന്നു. ഓടി വന്നിട്ട് അവിടെ കമിഴ്ന്ന് വീഴുന്നു ആ ആട്ടുകുട്ടി. അപ്പൊ ഞാൻ ചാടി എഴുന്നേറ്റ് അയ്യോ ഞാൻ മരിച്ചില്ലേ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ആട്ടുകുട്ടിയെ നോക്കുമ്പോൾ അതിങ്ങനെ കവിണ്ണ് കിടക്കുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ മോഷൻ പോകും? സാധാരണ ആടിന്റെ മോഷൻ എന്ന് പറഞ്ഞ കുഞ്ഞാണ്. ഒരു മനുഷ്യന്റെ എങ്ങനെ പോകും? അതുപോലെ ആട്ടിന്റെ മോഷൻ ഇങ്ങനെ പോയി. അത് ഇങ്ങനെ അവശ്യ നിലയിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു അയ്യോ ഇതെന്ത് പറ്റി? അത് പിറ്റേന്ന് ഞായറാഴ്ചയായി. അങ്ങനെ അതിനെ മുറ്റത്ത് കൊണ്ട് കിടത്തിയപ്പോ ആൾക്കാരൊക്കെ വന്നു. അതിനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അന്ന് ഡോക്ടറും മൃഗശാലയൊക്കെ അവധിയാണ് ഞായറാഴ്ച. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാൻ അടുത്തൊരു മൃഗഡോക്ടറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇങ്ങനെ വണ്ടി വിളിക്കാൻ പോയപ്പോ അത് എന്നെ ഇങ്ങനെ നോക്കി കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നു. അപ്പൊ ഞാൻ മുകളിലോട്ട് നോക്കിയിട്ട് ദൈവമേ ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ച് അന്തം വിട്ട് ഞാൻ ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ വായിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. അതെന്നെ നോക്കി ഇങ്ങനെ കരയുന്നത് ആ കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓട്ടോയിൽ കയറ്റി അടുത്ത് ഡോക്ടർ വീട്ടിൽ എത്തുന്നതിന് മുമ്പേ അത് ചത്തുപോയി. അങ്ങനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ കുഴിച്ചിട്ടു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു, കർത്താവേ എന്റെ ആത്മാവിന് പകരം ആടിനെ കർത്താവ് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എന്നിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ പോയിസൺ കഴിച്ചു. പിറ്റേന്ന് അന്നത്തെ ഒരു ദിവസം എനിക്കൊന്നും സംഭവിക്കുന്നില്ല പാസ്റ്ററെ. ഞാൻ ഈ അത്ഭുതമായിട്ട് എന്നെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് തിങ്കളാഴ്ച മോൾക്ക് കോളേജിൽ പോണം. കോളേജ് ബസ് വരാറായി. 5 മണിയായപ്പോൾ അവൾക്ക് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് പോയപ്പോ എനിക്ക് നിക്കാൻ പറ്റുന്നില്ല. എന്റെ തല ഇങ്ങനെ കുമ്പിട്ട് കുമ്പിട്ട് പോകുന്നു. എനിക്ക് വെപ്രാളം, നെഞ്ചിനകത്ത് ഭയങ്കരമായ വെപ്രാളം, അതിങ്ങനെ പറ്റുന്നു, കണ്ണടഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നി. എനിക്ക് ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങ് മോളുടെ അടുത്ത് ഞാൻ തപ്പി തപ്പി പോയി പറഞ്ഞു എനിക്ക് വയ്യ. അമ്മയോട് പറയണം എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ അവര് ഓടി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ബിപി എന്തോ കൂടിയതാണ്, എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് കൊണ്ടുപോയി, അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കി ബിപി മാത്രം ഹൈ, ഷുഗറിന് പ്രശ്നമൊന്നുമില്ല, ബിപി ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവര് നോക്കിയിട്ട് യാതൊരു മാർഗവും ഇല്ല. ഇത്ര ഇഞ്ചെക്ട് ചെയ്തിട്ടും ടാബ്ലറ്റ് തന്നിട്ടും മാറുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഏകദേശം അങ്ങ് പോകാനുള്ള സമയമായി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവര് പെട്ടെന്ന് റെഫറൻസ് ചെയ്തിട്ട് എന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവര് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പിന്നെ പറഞ്ഞു കാര്യം. ഇങ്ങനെയാണ് എന്റെ അവസ്ഥ. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഞാൻ അവരോട് മാപ്പൊക്കെ ചോദിച്ചു. അവര് പൊട്ടിക്കരയാൻ തുടങ്ങി. ഹസ്ബൻഡിനെ വിവരം വണ്ടി ഓടാൻ പോയ ഹസ്ബൻഡിനെ അറിയിച്ചു. അവര് എന്റെ വീട്ടിൽ അറിയിച്ചു. എല്ലാവരും ഓടിക്കൂടി. ഞാൻ ആകെ അന്തം വിട്ടു. അയ്യോ ഈ നിമിഷം ഞാൻ മരിച്ചു പോയാൽ മതി എന്നുള്ള ഒരു വേവലാതിയും വെപ്രാളമൊക്കെ. അങ്ങനെ അവര് ഓടി വന്നിട്ട് എന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരെന്നെ എടുത്തില്ല. 3 ദിവസം ആയതുകൊണ്ട് അത് ബ്ലഡിൽ കലർന്നു പോയി, വിഷാംശമാണ്. അത് കലർന്നു പോയാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളെ വെറുതെ വിടും. അങ്ങനെ അവര് എന്നെ അവോയ്ഡ് ചെയ്തു. അങ്ങനെ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി കാണിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇന്നതാണ്. അവരെന്നെ 3 ദിവസം ആയതുകൊണ്ട് വയറൊന്നും കഴുകാൻ പറ്റത്തില്ല. നിങ്ങള് അവിടെ വാർഡിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ മഗ്നീഷ്യം, പൊട്ടാസ്യം ഹൈ ലെവലിലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വ്യക്തി 3 ദിവസം അതിനപ്പുറം പോകത്തില്ല, മരിച്ചു പോകുമെന്ന് തന്നെ അവര് പറഞ്ഞു. ഇത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പോഴെനിക്ക് ബോധം ഉണ്ടായിരുന്നു. അപ്പോഴെനിക്ക് മരുന്നോ ഒന്നും ട്രീറ്റ്മെന്റ് ചെയ്തില്ല, ഞാൻ കേട്ടു. അങ്ങനെ അതിനുശേഷം കൂടെ നിന്നവര് എന്റെ മുഖത്ത് നോക്കി കരയാതെ മാറി നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ കമന്ന് കിടന്ന് അങ്ങ് കരഞ്ഞു. എന്തായാലും ഞാൻ മരിച്ചു പോകുമെന്ന്, ഞാൻ മരിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്തത്, അതിന്റെ തെറ്റ്. അങ്ങനെ അവര് പിന്നെയുള്ള ട്രീറ്റ്മെന്റ് വയറൊക്കെ മൂക്കിൽ കൂടെ വായിൽ കൂടെ ഒക്കെ ഇട്ടു. അത് മാത്രം അറിയാം.
അങ്ങനെ ഞാൻ 3 ദിവസം പിന്നെ ഞാൻ അബോധാവസ്ഥയിലാണ്. എനിക്ക് എന്ത് പറയണം ഏത് പറയണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ പിന്നെയുള്ള കാര്യങ്ങൾ അവരൊക്കെ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. എന്നെ സൈഡ് റൂമിൽ കൊണ്ടിട്ട് എനിക്ക് ബോധമില്ലാതെ ഓരോ എന്തെന്നൊക്കെയോ വിളിച്ച് പറയും. മക്കളെക്കുറിച്ച് പഠിക്കാൻ പറയുന്നു, അത് ചെയ്യുന്നു ഒക്കെ അബോധാവസ്ഥയിൽ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടും എനിക്ക് 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞ അവധി എന്ന് പറയുന്നത് 3 ദിവസം, അതിനപ്പുറം പോകത്തില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. 4ാമത്തെ ദിവസമായി. ഓരോ ദിവസവും എന്റെ ബ്ലഡ് അവര് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 4, 5, 6 ആറാമത്തെ ദിവസം എനിക്കറിയില്ല പാസ്റ്ററെ, ദിവസങ്ങളൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കൗണ്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഡിസ്ചാർജിന്റെ തലേ ദിവസം ഞാന് രാത്രിയില് ഒരു സ്വപ്നം കാണുകയുണ്ടായി. ഞാൻ മരിച്ചു. ഞാൻ മരിച്ചു. എന്നെ ഡോക്ടർ എല്ലാം വിറ്റ്നസ് എല്ലാം എഴുതുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. മരിച്ച് എന്റെ ശരീരം മൊത്തം വെള്ള പുതപ്പിച്ചിട്ട് എന്നെ അവിടെ നിന്നും വീട്ടിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വയ്ക്കുന്നത് കാണുന്നുണ്ട്. അവിടുന്ന് ഹിന്ദു ആചാരപ്രകാരം എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് എന്നെ ആംബുലൻസിൽ കയറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നെ വീട്ടിലൊന്നും അല്ല അവര് ചെയ്യുന്നത്. ശ്മശാനത്തിൽ പോകുന്നത് കാണുന്നുണ്ട്. അങ്ങനെ എന്നെ കൊണ്ടുപോയി അവര് അവിടെയും ക്രിയകളൊക്കെ ചെയ്യും. അപ്പോഴാണ് ഞാൻ ശ്മശാനത്തിൽ ഇതുവരെയും പോയിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ഞാൻ സ്വപ്നത്തിൽ കൂടി കാണുന്നു. അങ്ങനെ അവിടെ ക്രിയകളൊക്കെ ചെയ്തു എന്നെ ആ ഒരു തീച്ചൂളയിലോട്ട് കയറ്റാൻ പോയപ്പോ ഞാൻ വിളിച്ചു പറയണു, ഞാൻ മരിച്ചിട്ടില്ല, എന്നെ എന്നെ തീയിലോട്ട് കയറ്റല്ലേ എന്ന് ഞാൻ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്റെ കൈ കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഈ ബഹളം കാരണം. ഞാൻ ആ കയറ്റുന്ന സമയത്ത് ചാടി എഴുച്ചു. കാരണം എന്നെ കത്തിക്കരുതേ എന്ന്, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചാടി എഴുക്കുന്ന സമയത്ത് ഞാൻ ആശുപത്രിയിലാണ്. ആ കൈ കെട്ടിയിരുന്ന കൈയൊക്കെ ഇങ്ങനെ ആ ഒരു ബലത്തിൽ അതെല്ലാം അഴിഞ്ഞു പോയി. ഞാൻ മൂക്കിലും വായിലും കിടന്ന എല്ലാം വലിച്ചു ഊരി. ആ സമയത്ത് എനിക്കുണ്ടായ വെപ്രാളം, ഒരു വലിയ അഗാധമായ ഒരു മുറിവില് കുപ്പിച്ചില്ലും അതുപോലെ ഈ കുരുമുളകൊക്കെ പൊടിച്ച് വാരി വീഴ്ത്തിയാൽ എങ്ങനെയായിരിക്കും ഒരു വേദന. അത് ഇങ്ങനെ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഈ ഈ ഒരു അലറി വിളി എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എല്ലാവരും ചാടി എഴുന്നേറ്റ്, നഴ്സ് ഡോക്ടറൊക്കെ വന്നു. പിന്നെ എനിക്ക് അത് മൂക്കിലോട്ടോ വായിലോട്ടോ ഒന്നും ഇടാൻ പറ്റിയില്ല. അവര് പറഞ്ഞു ഇനി പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. എന്നിട്ട് എന്നെ കയ്യിൽ നിന്ന് വീണ്ടും കെട്ടിയിട്ടായിരിക്കും. പിന്നെ എനിക്ക് ഓർമ്മയൊന്നുമില്ല. അന്ന് സുഖമായിട്ട് എല്ലാവരും പറഞ്ഞു ഉറങ്ങിയെന്ന്. പിറ്റേന്ന് എനിക്ക് രാവിലെ 5 മണിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ ബ്ലഡിലുള്ള ഒരു വിഷാംശവും അതിനന്ന് ഉണ്ടായില്ല. അന്ന് അന്ന് എന്നെ 7ാമത്തെ ദിവസം ആഹ് കർത്താവിന്റെ കൃപയാൽ എന്നെ ഭവനത്തിലേക്ക് വിട്ടയച്ചു. ഡിസ്ചാർജ് ചെയ്ത് വിട്ടയച്ചു. അപ്പൊ ഞാന് കരുതി കർത്താവേ 3 ദിവസം ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് 7ാമത്തെ ദിവസം എനിക്ക് വീണ്ടും ഒരു ജനനം തന്നു. അപ്പൊ ഞാൻ അതിനുശേഷം വീട്ടിൽ വന്നു. ഞാൻ ബൈബിള് വായിച്ചപ്പോ സെഖര്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൻ തീയിൽ നിന്നും വലിച്ചെടുത്ത തീക്കൊള്ളിയല്ലയോ. ഞാൻ കണ്ട സ്വപ്നവും ഈ ഒരു വാക്യവും കൂടെ കൂടിയാലോചിച്ചപ്പോ കർത്താവ് എനിക്ക് തന്ന 2ാമത്തെ ഒരു പുനർജന്മമാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തൊരു വാഗ്ദത്തം, അല്ലെങ്കിൽ ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിലാവും മുമ്പേ എന്നെ വിശുദ്ധീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. യാതൊരു പൈശാചിക ശക്തിക്കും അങ്ങനെയുള്ള വ്യക്തികളെ നശിപ്പിക്കാൻ കഴിയില്ല. പൈശാചികന്റെ പോരാട്ടത്തിലുള്ള വ്യക്തികളെ നശിപ്പിക്കാൻ വേണ്ടി പൈശാചിക മേഖല മരണത്തിന്റെ ആ ഒരു ആസക്തി കൊണ്ടിടും. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളോട് പോരാടും. പക്ഷെ നമുക്ക് അറിയത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവത്തിനും പിശാചിനും അറിയാം. ദൈവത്തിന്റെ മക്കളെ അറിയാം. അതുപോലെ പിശാചിനും അറിയാം. അവന് അങ്ങനെയുള്ള വ്യക്തികളെ പേടിയാണ്. ഇവർ 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 ഉയർത്തെഴുന്നേറ്റാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. അങ്ങനെ ഞാന് ദൈവത്തിന്റെ കൃപയാല് എനിക്ക് വീണ്ടും ദൈവം ഒരു പുനർജന്മം തന്നു. ഒരു വിടുതൽ തന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ദൈവത്തിൽ വീണ്ടും വീണ്ടും ആഴത്തിൽ ബൈബിള് വായിക്കാൻ തുടങ്ങി. വീണ്ടും എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. വീണ്ടും ഞാന് എനിക്ക് വീണ്ടും ജന്മം തന്ന എന്റെ പിതാവിനോട് വീണ്ടും വീണ്ടും അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2017 കാലഘട്ടത്തില് എന്റെ അച്ഛന് ഭയങ്കരമായിട്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി. എനിക്ക് പിന്നെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, എന്റെ അച്ഛനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. എപ്പോഴും എന്റൂടെയാണ് ഭയങ്കര ഇഷ്ടം. ഞാന് വാഹനമൊക്കെ ഓടിക്കാൻ എന്നെ പഠിപ്പിച്ചു. ഡ്രൈവിംഗ് ചെയ്യും. എവിടെ വേണമെങ്കിലും അച്ഛനെ കൊണ്ടുപോകും. ഏത് കാര്യത്തിനും അച്ഛനെ മുൻനിർത്തിയാണ് ചെയ്യുന്നത്. ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ കൊണ്ടുപോകും ആശുപത്രിയിലായാലും എവിടെയായാലും. അങ്ങനെ യൂറിനറിയുടെ പ്രശ്നം കൊണ്ട് അങ്ങനെ സർജറിയൊക്കെ ചെയ്തു. അച്ഛൻ ഭയങ്കര വയോധികനായി. 80, 82, 83 വയസ്സോളമായി. എന്റെ വീട്ടിലാണ് അച്ഛൻ കൂടെ കൂടെ ഓടി വരുന്നത്. എന്റെ അടുത്ത് വരും. എപ്പോഴും എന്റെ കാര്യങ്ങൾ തിരക്കും.
ഞാൻ കാരണം എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായി. ആ ഒരു വിഷമം, ആ സർജറി ചെയ്ത് എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് ഐസിയുയിൽ കിടന്നപ്പോൾ കിടന്ന സമയത്ത് ചാടി എഴുച്ച് ഉയരെല്ലാം വലിച്ച് ഊരി കളഞ്ഞിട്ട് എൻ്റെ മോളെ കാണണം, എൻ്റെ കൊച്ചുങ്ങളെ കാണണം എന്നും പറഞ്ഞ് എന്നെ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവസാനം ഡോക്ടർ നഴ്സ് വന്ന് പറഞ്ഞ് ആരെങ്കിലും സമാധാനിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇവിടെ വന്ന് അപ്പച്ചനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി ചെന്നിട്ട് അച്ഛാ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛൻ ആശുപത്രിയിലാണ്, കുഴപ്പമില്ല, അച്ഛന് അസുഖമായതുകൊണ്ടാണ് ഇവിടെ കിടത്തിയിരിക്കുന്നത്, നമുക്ക് ഉടനെ വീട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സമാധാനത്തിൽ പിടിച്ച് കിടത്തി. അങ്ങനെ കുറച്ച് നാള് ഒരാഴ്ചയോളം കിടന്നു സുഖമായി ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോള് തേർഡ് ഇയർ ആയി. തേർഡ് ഇയർ ആയ സമയത്ത് ആണ് അച്ഛന് ഭയങ്കരമായിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും കൂടി വന്ന സമയത്ത് എൻ്റെ മക്കളുടെ പഠിത്തം, എൻ്റെ ഹസ്ബൻഡ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. അച്ഛനെ കൊണ്ടുപോകണം, അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവും. അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്, ഇടയ്ക്കിടയ്ക്ക് BP ഒക്കെ കൂടും. പക്ഷെ അത് പിന്നെ ഹാർട്ടിലോട്ടൊക്കെ ബാധിച്ചെന്ന് പിന്നെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഉള്ള സമയത്ത് മോള് ഫൈനൽ ഇയർ ആയി. 2017 ആയപ്പം ബിടെക് കഴിഞ്ഞു, ഫൈനൽ ഇയർ ആയി. 2016 ഇളയ മോള് BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പൊ രണ്ടുപേരുടെയും പഠിത്തമുണ്ട്. അച്ഛൻ്റെ ഈ വിഷമാവസ്ഥ, എൻ്റെ അമ്മയുടെ വിഷമാവസ്ഥ, ഇതെല്ലാം കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ടൈറ്റിങ് മെന്റാലിറ്റിയിൽ ഞാൻ ഇങ്ങനെ കടന്നു പോകുന്ന സമയം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോക്ക് ഫൈനൽ ഇയർ ആയി. വയറുവേദന, ഭയങ്കര വയറുവേദന. അങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയി. 2017 മെയ്യിലായപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് മെയ് 9-ാം തീയതി ഭയങ്കര വിഷമമായിട്ട് കരയാൻ തുടങ്ങി. മോളെ ഞാൻ മരിച്ചു പോകും, ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ള വേദന. അങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു, സമാധാനപ്പെട് അച്ഛാ, ഞങ്ങളുണ്ടല്ലോ, അച്ഛനൊരു ആപത്തും വരൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ തോളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കിടത്തി അച്ഛനോട് സമാധാനം പറഞ്ഞു കൊടുത്തു. പൊട്ടി പൊട്ടി കരയുന്ന ഞാൻ എന്നിട്ട് ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ ഇതെനിക്ക് കാണാൻ വയ്യ. അങ്ങനെ ഒരു രോഗിയോടും ആരും അങ്ങനെ പ്രാർത്ഥിക്കൂല, കാരണം അത്രമാത്രം ഡേഞ്ചർഫുൾ, എനിക്ക് കാണാൻ പറ്റുന്നില്ല അച്ഛന്റെ അവസ്ഥ. അത്ര ദയനീയമായി പോയൊരവസ്ഥ. അച്ഛന്റെ വിഷമം എന്നെ കുറിച്ചായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. ദൈവത്തിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് കാണാൻ വയ്യ, അങ്ങയുടെ ഹിതം മാത്രമാണെങ്കിൽ ആ അച്ഛനെ ഒന്നുകിൽ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ അങ്ങയുടെ ഹിതം ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി. പാസ്റ്റർ അത്ര വയ്യാത്തത് കൊണ്ട്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അച്ഛന് ശ്വാസം മുട്ടൽ തുടങ്ങി. ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്നത് നമുക്ക് റൂമിലാണെങ്കിൽ അത് ഗേറ്റിന്റെ അവിടെ നിന്നാൽ കേൾക്കാൻ പറ്റും. അത്രമാത്രം ഇളുപ്പ് പോലെയുള്ള സൗണ്ട്. ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അന്ന് നോക്കിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യ, അമ്മ BP കൂടി, അതൊരു റൂമിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ കയറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടെ അമ്മയെ ഒരു റൂമിലാക്കി, അച്ഛനെ 17ാമത്തെ വാർഡിലോട്ട്. അത് കൊണ്ടുവന്നപ്പോൾ ബോധമൊന്നുമില്ല, കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുന്നതായിട്ട് ആണ്. അമ്മയെ കാഷ്വാലിറ്റി തന്നെ കാണിച്ചിട്ട് ഒരു 7 മണിയായപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല, BP ഒക്കെ നോർമലായി. അച്ഛനെ 17ാമത്തെ വാർഡിൽ കൊണ്ടുപോയി കിടത്തി. ഓക്സിജനൊക്കെ കൊടുത്തു. ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്ത ഉടനെ തന്നെ അച്ഛൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ചാടി എഴുച്ച് വൊമിറ്റ് ചെയ്തതും അപ്പോഴ് ജീവനങ്ങ് പോകുവാനും ഇടയായി. അതൊരു ആയിരുന്നു, ന്യൂമോണിയ. അത് ഛർദ്ദിച്ചപ്പോൾ തന്നെ അത് മുകളിലോട്ടായിരുന്നു എടുത്തത്. അത് താഴോട്ട് പോയെങ്കിൽ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ ന്യൂമോണിയയുടെ ഒരു അവസ്ഥയിൽ അച്ഛൻ മരിക്കാൻ ഇടയായി. അതെനിക്ക് ഭയങ്കര താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ അച്ഛന്റെ അവസ്ഥ കണ്ടീഷൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്കറിയാം അച്ഛൻ മരിച്ചു പോകണേന് നല്ലത്. കിടന്നത് ഇനിയും കാണാൻ വയ്യ. എങ്ങനെ എനിക്ക് ഞാൻ ഉൾക്കൊണ്ടു. കാരണം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഞാൻ മാനസികമായിട്ട് തകർന്നു പോകും. എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്ന് ഞാൻ ഉൾക്കൊണ്ടു. ആരും എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്ന് ആ സമയത്ത് അറിയിച്ചില്ല. അച്ഛൻ അവിടെ തന്നെയുണ്ട്. നമ്മെ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് കുഴപ്പമില്ല, വീട്ടിൽ പൊക്കോളാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ വാഹനത്തിൽ കയറി. ആ സമയത്ത് അച്ഛൻ മരിച്ചു എന്ന് വേറൊരാള്, ഹരിപ്പാടുള്ള ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അച്ഛന് വയ്യ എന്ന് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് എന്നോട് ആരും പറഞ്ഞില്ല. ഞാനങ്ങനെ ഞങ്ങളങ്ങനെ വീട്ടിൽ ചെന്ന് കുറെ കഴിഞ്ഞപ്പോൾ അച്ഛനെയും കൊണ്ടുവന്നു, അമ്മയും കൊണ്ടുപോയി. ആ ഒരു വല്ലാത്ത വേദന എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ. ആ സമയത്ത് അച്ഛന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോക്ക് എക്സാം ആവാറായി. മോൾക്ക് ഭയങ്കരമായിട്ട് വയറുവേദന തുടങ്ങി. എക്സാം അടുത്ത് വരുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. എക്സാം ഫൈനൽ ഇയർ ആയതുകൊണ്ട് 7ഓളം ഉണ്ട്. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് ഓടി, സ്കാൻ ചെയ്തൊക്കെ നോക്കി. ടാബ്ലറ്റിലൂടെ അല്ലെങ്കിൽ ഇഞ്ചക്റ്റിലൂടെ കുറയ്ക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സർജറി ചെയ്യണമെന്ന് അവർ പറഞ്ഞതുകൊണ്ട്, അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു.
വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്ത് കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റൂല. ബെഡ് റെസ്റ്റ് വേണം. അങ്ങനെ പിന്നെ അവൾക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് സർജറി ചെയ്യേണ്ടി വന്നു. എക്സാം എഴുതാൻ പറ്റിയില്ല. പക്ഷേ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിനിടയ്ക്ക് എക്സാം ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ടീച്ചേഴ്സ് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റി. വല്ലാത്തൊരു മെന്റൽ ഷോക്കിലൂടെ ഞാനിങ്ങനെ കടന്നുപോയി. വീട്ടില് ഒരു എനിക്ക് പിന്നെ മാനസികമായിട്ട് വല്ലാത്ത വിഷമം, സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായ വെപ്രാളം. ഒരു വീടല്ല 3 വീടുണ്ട് പാസ്റ്ററെ. ഹസ്ബൻഡിന്റെ വീടുണ്ട്, എന്റെ വീടുണ്ട്, എന്റെ അച്ഛന്റെ വീടുണ്ട്. അവിടെയൊക്കെ ഞാൻ മാറിയും തിരിഞ്ഞും ഒക്കെ ഞാൻ നടന്നു. എനിക്ക് ഒരിടത്ത് നിന്നിട്ടും എനിക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. വീണ്ടും ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കിടന്നാൽ മതി. അവിടെയാകുമ്പം എനിക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷനെങ്കിലും തരും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര വിമ്മിഷ്ടം. എനിക്ക് വെപ്രാളം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് ബിപി കൂടി നിൽക്കുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ അവിടെ കിടന്നു. എനിക്ക് ഉറങ്ങാൻ വേണ്ടി സെഡേഷൻ തന്നുകൊണ്ടിരുന്നു. ഒരു ബോട്ടിൽ വെള്ളം മാത്രം ഞാൻ കുടിക്കും. ആഹാരത്തിനോടൊന്നും എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ സഹോദരൻ വന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, "നീ എന്ന് ഇത് ഉപേക്ഷിക്കും അന്നല്ലാതെ നീ രക്ഷപ്പെടൂല" എന്ന് പറഞ്ഞു. ഇനി നീ ഇത് ഞാൻ വരുമ്പോ ഇത് കണ്ടുപോരുന്നൊക്കെ എന്നെ ഒരുപാട് ശാസിച്ച് വഴക്ക് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ ബൈബിൾ മാറ്റി വെച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നു. ബ്രദർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട്, "കർത്താവേ, എന്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരു ദൂതനെ പോലെ ആരെങ്കിലും വിടണമേ" എന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചർച്ചിൽ പോകുന്ന അവിടുത്തെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഒരു ദേവദാസനെ അറിയാം. ആ ദേവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, "എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. എൻ്റെ സാഹചര്യം വളരെ മോശമാണെന്ന്" പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, "ഞാൻ പ്രാർത്ഥിക്കാം. സിസ്റ്ററെ പേടിക്കണ്ട." അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ആശ്വാസമുണ്ട്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ വന്ന് പ്രാർത്ഥിക്കാം" എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ വന്ന് ബ്രദർ എന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, "വെറുതെ ബിപി ആയിട്ട് ഇവിടെ കിടക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ പോവാം" എന്ന് പറഞ്ഞിട്ട് ബ്രദറിന്റെ റിസ്കില് ഡോക്ടറോട് സംസാരിച്ച് ബിപി ഇവിടെ കിടന്നാൽ പറ്റത്തില്ല. ഞങ്ങൾക്ക് റെഫറൻസ് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞ് വേറെ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അതിനുള്ള പേപ്പർ വാങ്ങി തന്നു. ബ്രദറിന്റെ ഇതില് ഞാനും ഹസ്ബൻഡും മോനും ചേച്ചിയുടെ മോനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഭവനത്തിൽ വന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് പൈശാചികന്റെ ആ ഒരു പൈശാചിക പോരാട്ടം എന്നിൽ നിന്ന് ഇളകുവാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെ കാണിച്ചെന്ന് എനിക്കറിയില്ല. പാസ്റ്ററെ, ഞാൻ എപ്പോഴും പാസ്റ്റർമാരെ എൻ്റെ തലയിൽ കൈ വെച്ച് വീഴും. വീഴാനും എഴിക്കാനും എനിക്ക് നേരമുള്ളൂ. അങ്ങനെ ആ സമയത്ത് എനിക്ക് ആശുപത്രിയിൽ നിന്നുള്ള എങ്ങനെ പോയാലും നല്ല എമൗണ്ട് ആശുപത്രിയിൽ കൊടുക്കും. പക്ഷെ രോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ രോഗമില്ല. ആ ഒരു സമയത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് പൈശാചികന്റെ ആ പോരാട്ടം എന്നിൽ നിന്ന് വിട്ടുപോകാൻ ഇടയായി. അങ്ങനെ എനിക്ക് സ്വസ്ഥതയും സമാധാനം വീണ്ടും കിട്ടി. അങ്ങനെ മനുഷ്യന്റെ പോരാട്ടത്തിൽ നിന്നും പിശാചിന്റെ പോരാട്ടത്തിൽ നിന്നും ഒത്തിരി ഒത്തിരി വേദനകളും ഒത്തിരി അസ്വസ്ഥതകളും അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എങ്കിലും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്, ദാവീദിന്റെ സങ്കീർത്തനത്തില് 23-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, "കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും വരികയില്ല. എന്റെ വടിയും കോലും നിന്നോട് കൂടെ ഉണ്ടെന്ന്" പറഞ്ഞ വചനം എത്ര വലുതാണ്. അപ്പം പൈശാചികന്റെ പോരാട്ടത്തിലൂടെ ഭയങ്കരമായിട്ട് പൈശാചികന്റെ പോരാട്ടത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. അങ്ങനെ എനിക്ക് വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് പിറ്റേന്ന് എന്റെ ഹസ്ബൻഡ് കൂടുതൽ വിശ്വാസമായി. കൂടുതൽ ഇത് കണ്ടപ്പോ ഭയങ്കര വിശ്വാസമായി. ആലയത്തില് എന്നെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. അതിന് മുന്നമേ ഇങ്ങനെയൊക്കെ വെപ്രാളവും കാര്യങ്ങളൊക്കെ വന്നപ്പോ എന്റെ സഹോദരൻ പറഞ്ഞു, യേശു ആലയത്തില് കൊണ്ടുപോകാൻ ഞാൻ വരൂല. അല്ലാതെ വേറൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, "അത് അവിടെ കൊണ്ടുപോയി അവിടെ പോകുമ്പോഴാണ് ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത്. ഇങ്ങനെ അസ്വസ്ഥത മാറുന്നത്. അല്ലാതെ ഇവിടെ പോയിട്ട് കാര്യമില്ലെന്ന്" പറഞ്ഞു. "അവിടെയാണെങ്കിൽ ഞാൻ വരാമെന്ന്" പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി. ഒരു മുസ്ലിം പള്ളിയിലാ. അങ്ങനെ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥനയില് അവിടെ ഇരുത്തി. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവരെന്നെ ഉപദ്രവിച്ചു പാസ്റ്ററെ. ഒരുപാട് അടിയൊക്കെ അടിച്ചു. പിശാചാണെന്നും പറഞ്ഞിട്ട് ഒത്തിരി അടി അടിച്ചു. ഭയങ്കര വേദന. എല്ലാവരും നോക്കി നിൽക്കവേ അടിക്കുന്ന അടി നല്ല വേദന നമ്മുടെ ശരീരമല്ലേ. പൈശാചികം പോകാൻ വേണ്ടി അടിച്ച അടിയാണ്. അങ്ങനെ അവിടെ ആ അടി കൊണ്ട് ഞാൻ അവിടെ തറയിൽ കിടക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എന്റെ മക്കളൊക്കെ കരയുന്നു. എന്റെ ഹസ്ബൻഡ് കരയും. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, "ഇനി അവളെ അടിക്കാൻ പറ്റൂല. ഞങ്ങള് യേശു ആലയത്തിൽ തന്നെ കൊണ്ടുപോയിക്കോളാം." ഞാൻ പറഞ്ഞു, "ഒരിടത്തും വേണ്ട, ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നോളാം. ഞാൻ അവിടെ പോയി ട്രിപ്പ് ഇട്ട് കിടന്നോളാം" എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവാതെ എന്റെ ഹസ്ബൻഡ് തന്നെ എന്നെ ആലയത്തിൽ കൊണ്ടുപോയി. അമ്മായിയമ്മ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയപ്പോ പാസ്റ്റർ
നമ്മുടെ അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ പ്രാർത്ഥിച്ചപ്പോൾ പൈശാചികന്റെ ഭയങ്കരമായ പോരാട്ടം അവിടെ കാണാൻ പറ്റി. അങ്ങനെ അന്ന് എനിക്ക് അവിടുന്ന് ഒരു ബൈബിൾ തന്നിട്ട് പറഞ്ഞ്, ഇത് നിന്റെ കയ്യിൽ വെച്ചേക്ക്, നീ ഇത് പ്രാർത്ഥിക്ക്, ഏതൊരു പ്രതികൂലത്തിലും നിന്നെ സഹായിക്കുന്ന ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ, ആ ഒരു വിഷയത്തിലൂടെ, ആ ഒരു ദൈവത്തിന്റെ ഇടപെടലിലൂടെ എനിക്ക് ആ പൈശാചിക ശക്തിയിൽ നിന്നും എനിക്ക് വിടുതൽ ദൈവം തന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളിലൂടെ വരും. എനിക്ക് വിടുതലുണ്ട്, എനിക്ക് സൗഖ്യമുണ്ട്. കൂടുതൽ കൂടുതൽ ഞാൻ വിശ്വാസത്തിൽ വന്നു. പക്ഷെ ഉറയ്ക്കാൻ പറ്റുന്നില്ല. ഉറച്ചൊരു വിശ്വാസം എന്നിലേക്ക് വരാൻ, ഉറച്ചൊരു വിശ്വാസം ദൈവം മാത്രം മതി എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങള് എന്നുള്ള ഒരു ഭൗതികമായ ഒരു ജീവിതം എനിക്ക് ആഗ്രഹിച്ചു പോയി. അങ്ങനെയുള്ള സമയത്ത് മോള് ബിടെക് എല്ലാം കഴിഞ്ഞു. അവൾ വീട്ടിൽ നിൽക്കുന്നു. അതുപോലെ ഇളയ മോള് സെക്കൻഡ് ഇയർ ആയി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയ സമയത്താണ് ഈ പ്രശ്നങ്ങൾ. ആ കൊച്ചിന് പഠിക്കാൻ പറ്റുന്നില്ല. വീട്ടിനകത്ത് അച്ഛന്റെ പ്രശ്നം മാറിയപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും വയ്യ, എപ്പോഴും ആശുപത്രി. ആ സമയമൊക്കെ ആയപ്പോൾ അവൾക്കും പഠിക്കണം എന്നുണ്ടെങ്കിലും പഠിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. അങ്ങനെ മൂത്ത മോളുടെ ആ സമയത്താണ് അച്ഛൻ മരിച്ചു. ആ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അസുഖമായി. അസുഖമായി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണാൻ പോവുകയാണ്. കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറി വേണം ആ റൂമിൽ പോവാനായിട്ട്. അമ്മ അതിനു മുമ്പ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. സർജറി കഴിഞ്ഞു. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ലിഫ്റ്റ് ഇല്ല, സ്റ്റെപ്പ് കയറി വേണം ആ മുറിയിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് കയറി റൂമിലെത്തി. എത്തിയ ഉടനെ തന്നെ അമ്മയ്ക്ക് അവിടെ ഇരുന്ന് ഉടനെ ഭയങ്കരമായ വിയർപ്പ്, സഹിക്കാൻ പറ്റാത്ത വിയർപ്പ്, നെഞ്ചിനകത്ത് വെപ്രാളം. പിന്നെ എനിക്കൊരു ആശ്വാസം, ഇതൊരു ഹോസ്പിറ്റലാണല്ലോ, അവിടെ കാണിക്കാന്നും പറഞ്ഞിട്ട് പതിയെ നടത്തി അവിടുന്ന് കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചു. കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവർ വെപ്രാളവും, നെഞ്ചിനകത്ത് വെപ്രാളം ആയതുകൊണ്ട് ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്തു. ECG എടുത്തപ്പോൾ ഭയങ്കരമായ വേരിയേഷൻ. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ പറ്റൂല, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഹോട്ടലിൽ തന്നെ ഒരു സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. അറ്റാക്കാണ്, ഓടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ആംബുലൻസ് വിളിക്കാൻ, ആംബുലൻസിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വേണ്ട. അവിടെയും ഞാൻ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചിട്ട്, കർത്താവേ, എനിക്ക് എൻ്റെ ആത്മാവിനെ എനിക്ക് തന്നതുപോലെ എൻ്റെ അമ്മയുടെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയെ കൊണ്ട് ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ചേച്ചിയുണ്ട്, ചേച്ചി ഹസ്ബൻഡ് അടുത്താണ്. അതേ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ആരുമില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു കുഴപ്പമില്ല, റെഫറൻസ് ഷീറ്റ് തന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് അമ്മയെ പതിയെ പിടിച്ചിരുത്തി കാഷ്വാലിറ്റി കൊണ്ടുവന്നു. അവർ ECG വേരിയേഷൻ നോക്കിയപ്പോൾ ഭയങ്കര ഹൈ ലെവലുള്ള സൈലന്റ് അറ്റാക്ക് ആണ്. അമ്മയ്ക്ക് ഇടയ്ക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, സ്ട്രോക്ക് ഉണ്ടായിരുന്നു, ഫിക്സ് ഉണ്ട്. അതുപോലെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷമാണ് സ്ട്രോക്കും ഫിക്സും ആയിട്ട് വന്നത്. അപ്പൊ അതിന്റെ എല്ലാം ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ട് അവരുടനെ ICUലോട്ട് മാറ്റി. അവരെന്നോട് ചോദിച്ചു, ഞാനാണ് അമ്മയുടെ കാര്യങ്ങളും മരുന്നുകളെല്ലാം കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് അതിൻ്റെതായ കറക്റ്റ് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഞാൻ പറയും ഇന്ന മെഡിസിൻ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ, ഹാർട്ടിന്റെ കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ICUയിൽ കയറ്റിയ ഉടനെ ഡോക്ടർ പറഞ്ഞു ഫിക്സ് ടാബ്ലറ്റും അതുപോലെ സ്ട്രോക്ക് വന്നിട്ട് ടാബ്ലറ്റും കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ സൈലന്റ് അറ്റാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ തലച്ചോറിലുള്ള ബ്ലഡ് സെൽസ് എല്ലാം പൊട്ടി പെട്ടെന്ന് തന്നെ ആള് മരിക്കാൻ ഇടയാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ 17ാമത്തെ വാർഡിലോട്ട് പൊക്കോ. 2 മണിക്കൂർ മാത്രമേ അമ്മയുടെ ജീവൻ നിലനിൽക്കുകയുള്ളൂ. അത് മേജർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ സ്ട്രക്ചറിൽ. അവിടെ ഉള്ള ഒരാൾ കൂടി സഹായിച്ചു. സ്ട്രക്ചറിൽ കയറ്റി അമ്മയെ 17ാമത്തെ വാർഡിൽ കൊണ്ടുവന്ന് അവിടെ കിടത്തി. അവിടെ നോക്കിയപ്പോൾ ഫുൾ ആരുമില്ല. സാധാരണ ഭയങ്കര തിക്കും തിരക്കുള്ള ഒരു വാർഡാണ്. ആ വാർഡില് അമ്മ ഒരു സൈഡിൽ, ഞാൻ കൊണ്ട് പതിയെ പിടിച്ച് കിടത്തിയിട്ട് ദൈവത്തിനോട് മാറിയിരുന്ന് കരഞ്ഞു. കർത്താവേ, എൻ്റെ ജീവന് എന്തെങ്കിലും ആപത്ത് വന്നാലും കുഴപ്പമില്ല, എൻ്റെ അമ്മയുടെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരണം. അമ്മയുടെ ഹിതമാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരട്ടെ എന്ന് ഞാൻ ഇങ്ങനെ മാറി നിന്ന് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു. ആരുമില്ല, ആണുങ്ങളായിട്ട് ആരുമില്ല. ഡോക്ടർ വന്ന് BP നോക്കി അവരുടെ റിപ്പോർട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു അമ്മ 2 മണിക്കൂർ മാത്രമേ ജീവനോടെ ഇരിക്കൂ, നിങ്ങളെ കൂടെ ആരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആണുങ്ങളെയൊക്കെ പെട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് മൊബൈൽ എടുത്ത് എല്ലാവരെയും അറിയിച്ചു, ഇന്ന
ഒരു സിറ്റുവേഷനാണ് അമ്മയ്ക്കുള്ളത്. പെട്ടെന്ന് എല്ലാവരും വരണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് സമയവും തന്നിട്ടുണ്ട്. ഇത്ര മണിക്കൂറേ ഉള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നത് 2, 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അമ്മ എന്നോട് ചോദിച്ചു, "എന്ത് ഡോക്ടർ പറഞ്ഞു?" അപ്പൊ ഞാൻ പറഞ്ഞു, "ഒന്നുമില്ല, കുഴപ്പമില്ല." അപ്പോഴും അമ്മ വിയർത്ത് ഇങ്ങനെ ഭയങ്കര അവശനിലയിൽ കിടക്കുന്നുണ്ട്. ഞാൻ പതിയെ തടവിയിട്ട് പറഞ്ഞു, "കുഴപ്പമില്ല, സമാധാനമായിട്ട് കിടന്നാൽ മതി" എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോ ചേച്ചി ഓടി വന്നു. ഒരു കുപ്പിയുടെ ഗ്ലാസും അല്ല വെള്ളവും ഗ്ലാസുമായിട്ട് വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങളുടെ ചർച്ചിൽ പോകുമ്പോ ഇങ്ങനെ വയ്യാതെ വരുന്ന ആൾക്കാർക്ക് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചിട്ട് മാറി നിന്നിട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു അമ്മയെ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അടുത്ത് ദൂരെ മാറി നിന്നുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ വെള്ളം കൊടുത്തു. ഞാൻ കൊടുത്തിട്ട് ദൈവത്തിനോട് പറഞ്ഞു, "ദൈവമേ, ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തി ഈ വെള്ളത്തിൽ പകരണം കർത്താവേ. എന്റെ അമ്മയുടെ ആത്മാവിനെതിരെ പോരാടുന്ന ദുഷ്ടന്റെ ദുരാത്മ ശക്തി ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ വിട്ടുപോട്ടെ" എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ അമ്മയെ സമർപ്പിച്ച് ഞാൻ അമ്മയ്ക്ക് വെള്ളം കൊടുത്തു. 2 മിനിറ്റ് പോലും കഴിഞ്ഞില്ല പാസ്റ്ററെ, അമ്മയ്ക്ക് മോശം പോണമെന്ന് പറഞ്ഞു. അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്ട്രക്ചറിൽ മാത്രമേ കിടത്തിയേ പറ്റത്തുള്ളൂ. നടക്കാനോ ഒന്നിനും പറ്റില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, "എന്തേലും സാഹചര്യം ഉണ്ടോ?" അപ്പൊ അവളൊരു ഒരു പേപ്പർ എന്തോ ഉണ്ട് അതിനെ കട്ടിലിൽ വെച്ചിട്ട് അമ്മ ഞാൻ പറഞ്ഞു, "പോട്ടെ, മോശം പോണെ ഞങ്ങൾ കളഞ്ഞോളാം" എന്ന് പറഞ്ഞു. അങ്ങനെ മോഷൻ പോയി. അത് കഴിഞ്ഞിട്ട് വിയർപ്പ് മോശം പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വിയർപ്പ് അങ്ങ് നിൽക്കാൻ തുടങ്ങി പാസ്റ്റർ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ വന്ന് ബിപി നോക്കി. ബിപി നോർമലായി. അവർ വീണ്ടും ബ്ലഡ് ഇസിജി ഒന്ന് എടുത്ത് നോക്കി. വേരിയേഷൻ ഇല്ല. എല്ലാം നോർമൽ അവസ്ഥ. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവം ജീവിക്കുന്നു നമ്മളിലൂടെ. കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അന്ന് അന്ന് എന്റെ സാക്ഷ്യത്തിൽ കൂടെ മാത്രമല്ല എന്റെ അമ്മയിലൂടെ കർത്താവ് വീണ്ടും തെളിയിച്ചു. ആ ജീവനുള്ള ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരില്ല. ഞാൻ എത്രമാത്രം നിന്ദിച്ചിട്ടുണ്ടെന്ന് ഞാൻ ദൈവത്തിനോട് മാപ്പ് പറയുക. കാരണം അത്രമാത്രം വിലപ്പെട്ടതാണ് എന്റെ ദൈവം. എനിക്ക് ഏറ്റവും വിലപ്പെട്ട എന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഒരു ദൈവമേ ഉള്ളൂ. അത് അദൃശ്യമായ ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതെന്റെ കർത്താവാണെന്ന് ഞാൻ ഈ അനുഭവങ്ങളിലൂടെ എന്നെ കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് എത്രമാത്രം മഹത്വം പറഞ്ഞാലും മതി വരില്ല. എനിക്ക് എന്റെ അമ്മയുടെ ജീവനെ എനിക്ക് തന്നു. അത് ഒരാഴ്ച ആശുപത്രിയിൽ കിടന്നു. സാധാരണ നോർമലി അമ്മയ്ക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ടു. ആ 2 മണിക്കൂർ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അമ്മ ഇന്ന് 8 വർഷത്തോളം ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എങ്കിൽ പോലും എനിക്ക് ദൈവത്തിനോട് അടുത്ത് വന്ന് രക്ഷ പ്രാപിക്കാനോ മാനസാന്തരമുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷെ സ്നാനം വെക്കാനോ ഒന്നും എനിക്ക് പറ്റാത്തൊരവസ്ഥ. പക്ഷെ ആഗ്രഹമുണ്ട്. എനിക്ക് ചെയ്യാൻ സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സമയത്ത് അമ്മയ്ക്ക് റിക്കവറായി. അമ്മ സുഖമായിട്ട് വീട്ടിൽ വന്നു. ആ സമയത്ത് മൂത്ത മോളുടെ കല്യാണമായി. അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി പ്രഗ്നന്റ് ആയി. അങ്ങനെ ഒത്തിരി മാനസികമായിട്ടുള്ള പ്രയാസത്തിലൂടെ അവളുമായിട്ട് ഇത്തിരി അകലമൊക്കെ വന്നു. എങ്കിൽ പോലും അവൾ പ്രഗ്നന്റ് ആയി. ഗൗരീശപട്ടം ആശുപത്രിയിലാണ് അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേറ്റ് അടുത്ത് വരാറായ സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് കൊച്ചിന്റെ ശരീരം മൊത്തം നീരായിരുന്നു. നീരും കയ്യിലൊക്കെ ഇങ്ങനെ മഞ്ഞ പുള്ളി പുള്ളി പോലെയുള്ള ഡോട്ട് പോലെ വരികയും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർക്ക് എന്താണ് സിംറ്റംസ് ഒന്നും അറിയത്തില്ല. കാരണം കൊച്ചിന് മഞ്ഞ കലർന്നു പോയി. ശരീരം മുഴുവനും ബ്ലഡിൽ മൊത്തം മഞ്ഞ കലർന്നു പോയി. അങ്ങനെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അവരെന്തോ ഒരു സംശയത്തിലാണ് അവര് നോക്കിയത്. SGOT PT അവര് നോക്കാനിടയായത്. അപ്പോഴാണ് അതിന്റെ കൗണ്ടൊക്കെ കൂടുതലായതെന്ന് മനസ്സിലാകും. മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല, ഇവിടെ നോക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ, മകളെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അപ്പോൾ പോയില്ല കൊച്ചിന്റെ കൂടെ. മറ്റുള്ളവരെല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവിടുന്ന് ആംബുലൻസ് അവിടെ ബഹളവും ബഹളവും ഒക്കെ ഉണ്ടായി. ചാനലുകാരെയൊക്കെ അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമൊക്കെ ഉണ്ടായി. പക്ഷെ എന്തോ പെട്ടെന്ന് കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റി SAT ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർക്കും കൊച്ചിന് അപ്പോഴൊന്നും BP ഉണ്ട്. BP ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ നോർമൽ കൊച്ചായി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് സർജറി അവർ റിപ്പോർട്ടൊക്കെ കണ്ട് പെട്ടെന്ന് സർജറി ചെയ്ത് കുഞ്ഞിനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിൽ കൊണ്ടുപോയി. അവള് ഇതൊക്കെ കേട്ടപ്പോൾ പേടിച്ചുപോയി. പിന്നെ അങ്ങ് BP അങ്ങ് ഹൈ ലെവലിലായി. അങ്ങനെ സർജറി ചെയ്ത് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ ദൈവകൃപയാൽ ആരോഗ്യമുള്ള ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺപൈതലിനെ മകൾക്ക് നൽകി. എങ്കിലും എന്റെ മകളുടെ അവസ്ഥ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലാവാൻ തുടങ്ങി.
അവളെ നേരെ ഐസിയുയിൽ കൊണ്ടുപോയി. ഐസിയുയിൽ കൊണ്ടുപോയി അവിടെ ഒരു ബെഡ് നിറയെ ഒരു വ്യക്തിയുടെ ശരീരം എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് വണ്ണം. ഒരു ബെഡ് നിറയെ ആകുന്ന രീതിയിലുള്ള ഭയങ്കര വണ്ണത്തില് നീരങ്ങ് കേറി. കണ്ണ് കാണാൻ പറ്റാത്ത, കണ്ണൊക്കെ അടഞ്ഞുപോയി. ബ്ലഡ് ബ്ലഡ് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ കൊടുക്കുന്ന മരുന്നൊന്നും കുഞ്ഞിന് ഏക്കുന്നില്ല. ഒരു റിയാക്ഷനും കാണാത്ത ഒരവസ്ഥ. ഭയങ്കരമായിട്ട് എല്ലാരും കരഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ അമ്മായിയമ്മ ഞങ്ങൾ പോകുന്ന ആലയത്തിലെ ബ്രദറിനെ വിളിച്ചു. ബ്രദറിനെ വിളിച്ച് ഓടി ബ്രദർ വന്നു. ബ്രദർ വന്നിട്ട് അകത്തൊന്നും ഐസിയുവിൽ കേറ്റാൻ ആണുങ്ങളെ കേറ്റത്തില്ല. അങ്ങനെ എന്നോട് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഓടി വരണം, ഇങ്ങനെയാണ് മോളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അപ്പോൾ ഞാൻ വേറെ എന്തോ അവസ്ഥയിലായിപ്പോയി. അങ്ങനെ എനിക്ക് ഓടി ഞാൻ അന്ന് പോയി. ഞാനും എല്ലാവരും ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും SAT ഹോസ്പിറ്റലിൽ അവിടെ ആയിരുന്നു ഒരാഴ്ചയോളം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി. ബ്രദർ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല, ചേച്ചി എന്നെ കയറണം. അങ്ങനെ കയറണമെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പാല് കൊടുക്കത്തക്ക രീതിയിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട ചേച്ചി, നമുക്ക് ദൈവം ഉണ്ടല്ലോ, ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളൊന്നുമില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, പേടിക്കണ്ട. കാരണം 90% പോലും കുഞ്ഞിന് രക്ഷ പ്രാപിക്കാൻ ഒരു മെഡിക്കൽ പരമായിട്ട് ഒരു രക്ഷയും ഇല്ല എന്ന് ഡോക്ടർ വിധി എഴുതി. പിന്നെ നിങ്ങളുടെ ആചാരപ്രകാരമുള്ള ദൈവത്തെ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കരയാൻ തുടങ്ങി. ഞാനും കരയാൻ തുടങ്ങി. ആ ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാവും. എനിക്കറിയത്തില്ല പാസ്റ്ററെ, ഭയങ്കര ധൈര്യം വന്നിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ആത്മാവിനെ എനിക്ക് തന്നില്ലേ, എൻ്റെ അമ്മയുടെ ആത്മാവിന് ഒന്നും പറ്റിയില്ലല്ലോ, അതുപോലെ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരില്ലേ എന്ന് ഞാൻ അവിടെ SATയുടെ മുമ്പിൽ നിന്ന് പറ്റുവിളിച്ച് കരഞ്ഞു. കരഞ്ഞിട്ട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ, അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പറ്റുവിളിച്ച് കരഞ്ഞിട്ട് നിന്നപ്പോ പാസ്റ്റർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി കൊച്ചിനെയും കൊണ്ട് അവളെ കാണുന്ന രീതിയിൽ അതിനകത്ത് കയറി പോകുന്നു പറഞ്ഞു. പാസ്റ്റർ വെളിയിൽ നിന്ന് ക്ലാസ്സിൽ വെച്ച് കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ആരും കാണാതെ. പെട്ടെന്ന് ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് തട്ടി വിളിച്ചപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറക്കാനും പറ്റുന്നില്ല, കണ്ണൊക്കെ അടഞ്ഞു പോയ ഒരവസ്ഥ. അങ്ങനെ ഞാൻ മോളെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, പാസ്റ്റർ അടുത്ത് നിൽപ്പുണ്ട്, മോൾക്ക് കാണാൻ പറ്റുന്നില്ല, പാസ്റ്റർ വെള്ളം പ്രാർത്ഥിച്ച് തന്നു, മോളൊന്ന് കുടിക്ക്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, പ്രയാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്പൂൺ വെള്ളം ഇങ്ങനെ അവളുടെ ചുണ്ടിൽ വെച്ച് കൊടുത്തു പാസ്റ്റർ. അതുവരെയും മരുന്ന് റിയാക്ട് ചെയ്തില്ല. അവർക്ക് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനിങ്ങനെ വന്നു എന്ന് സ്കാൻ ചെയ്ത് നോക്കണമെങ്കിൽ മരുന്നിറക്കിയാലേ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ആ മരുന്ന് ഇറക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പുറത്ത് വന്നിരുന്ന് കരഞ്ഞു. ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പം രാവിലെ ഒരു 12 മണിക്ക് കൊടുത്തതാണ് ഈ ഒരു സ്പൂൺ വെള്ളം. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ അവർ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്തു ഇഞ്ചെക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ മരുന്ന് പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ മരുന്ന് പ്രതികരിച്ച ഉടനെ തന്നെ അവർ പറഞ്ഞു ആംബുലൻസിൽ കയറ്റി അവർക്ക് സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് മൊത്തത്തില് ലിവർ ലിവറിൽ നിന്നും ഇങ്ങനെ പൊട്ടി ഒലിയുന്ന ഒരവസ്ഥ. മഞ്ഞപ്പിത്തം കൂടിപ്പോയി, ബ്ലഡിൽ അംശം കൂടിപ്പോയി, അത് കരളിൽ നിന്നും വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന അവസ്ഥ. അത് നമുക്ക് കാണാൻ കഴിയും പാസ്റ്ററെ. നമ്മുടെ വയറ്റിലെ സിസേറിയൻ ആയതുകൊണ്ട് അതിൽ നിന്നും വെള്ളം ഇങ്ങനെ പുറത്തു വരുന്നത്. അതിൽ നിന്നും വയറ്റിൽ നിന്നും വെള്ളം കുത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു ഡേഞ്ചർ സോണില് അത് ഡോക്ടർമാർ തന്നെ പറയുന്നത് 100-ൽ ഒന്നോ രണ്ടോ പേർ മാത്രം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അവിടെ അങ്ങനെ രക്ഷ പ്രാപിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാത്തത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ ആ അത്ഭുതം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തിന് മാത്രമേ അതിനെ ഒന്നുകൂടി പുനർജീവിപ്പിക്കാൻ കഴിയുള്ളൂ. ആ വെള്ളം കൊടുത്ത ആ അവസ്ഥയില് മകൾക്ക് വ്യത്യാസം വന്നു. മരുന്നെല്ലാം പിന്നെ ഡൈല്യൂട്ട് ആവാൻ തുടങ്ങി. ആ ICUവിൽ നിന്നും 2 ദിവസം മാത്രമേ ICUവിൽ കിടക്കാൻ ദൈവം അനുവദിച്ചുള്ളൂ. അത് കഴിഞ്ഞ് വാർഡിലോട്ട് മാറ്റി. 10-20 ദിവസത്തോളം ആശുപത്രിയിലാണെങ്കിൽ പോലും പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം പ്രിയമകൾക്ക് ഒരു അബദ്ധവും അനർത്ഥവും ഒന്നും ഇല്ലാതെ ദൈവം പ്രിയമകൾക്ക് വിടുതൽ കൊടുത്തു പാസ്റ്ററെ. അങ്ങനെ ദൈവം ഒരു മരണമല്ല, 2 മരണമല്ല, എല്ലാ മരണത്തിൽ നിന്നും സർവശക്തനായ ദൈവം ഞങ്ങളെ വിടുവിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ പ്രാപ്തിയോ ഒന്നുമല്ല, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന്റെ വലിയൊരു പദ്ധതി തന്നെയായിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് മോള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഈ ഒരുപാട് മരുന്ന് മകൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഫലമായിട്ട് മുടിയെല്ലാം മൊത്തം പോയി. സാധാരണ കഷണ്ടി പോലെയായി. ഭയങ്കര വിഷമമായി. അങ്ങനെ പല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. അങ്ങനെ അവര്
ഒത്തിരി കെമിക്കൽ അല്ല, മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ട് മുടിയൊന്നും വളരുന്നില്ല. മുടി മൊത്തത്തിൽ പോയി. അവൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാൻ പറഞ്ഞു, മക്കളെ എന്റെ അമ്മായിയമ്മ തന്നെ പറഞ്ഞു, നമുക്ക് ആലയത്തിൽ പോയി അവർക്ക് ഹിന്ദുക്കളായതുകൊണ്ട് ആലയത്തിൽ പോകാൻ ഇഷ്ടമല്ല. അങ്ങനെ ഇവളുടെ പ്രയാസം കണ്ട് ആ മകനും ആലയത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പാസ്റ്റർ മോളെ നോക്കിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ മുടി വളർന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച വരുമ്പോ നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്ററെ അടുത്ത ഒരു ആഴ്ചയ്ക്കുള്ളിൽ ആ കൊഴിഞ്ഞുപോയ മുടി കിളിർക്കാൻ തുടങ്ങി. കിളിർത്ത് ആ മുടി സാധാരണ എങ്ങനെയാണോ അവളുടെ മുടി ഞെരുക്കമുള്ള നല്ല തലമുടി ദൈവം കൊടുത്തു. അങ്ങനെ അവൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. എന്റെ മക്കളും എന്റെ ഹസ്ബൻഡും ഒക്കെ വിശ്വാസമാണ്. പക്ഷെ രക്ഷയിലേക്ക് വന്നില്ല എന്നുള്ളത് ഒരു കുറവുണ്ട്. അത് അത് നമ്മൾ രക്ഷ പ്രാപിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് അടുത്ത് കൽപ്പന സ്നാനം ഏറ്റെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്നാൽ അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കൃപ ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മോൾക്ക് അങ്ങനെ തലമുടി ദൈവം കൊടുത്തു. സന്തോഷമായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ളത് പിന്നെയുള്ളൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാല്, പിന്നെ ഇളയ മകള് പഠിക്കുന്ന BSc തേർഡ് ഇയർ സെക്കൻഡ് ഇയർ ആയപ്പോ മോളുടെ കല്യാണമായി. ഒരു ഗവൺമെന്റ് ജോബുള്ള ഒരു പയ്യനെ ദൈവം തന്നു. ആ മകന് വിശ്വാസമല്ല, പക്ഷേ ദൈവത്തിനോട് ഇഷ്ടമുള്ള ഒരു മകൻ. ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ആൺമക്കളില്ല, എനിക്ക് തരുന്ന ആൺമക്കള് ദൈവത്തിന്റെ മക്കളായിരിക്കണമേ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ദൈവഹിത പ്രകാരമുള്ള ഒരു മകനാണ് ദൈവം തന്നത്. അങ്ങനെ ഒരു മകനെ എനിക്ക് തന്നു. ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ കാണുന്നുണ്ട്. ബൈബിള് വായിക്കുന്നത് കാണുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള ഒരു മകനാണ്. അങ്ങനെ അവള് BSc സെക്കൻഡ് ഇയർ ആയപ്പോ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച സമയത്ത് പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് 1 വർഷം ലീവ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ലീവ് എടുത്ത് ഒരുപാട് പഠിക്കുന്ന സമയത്ത് ആ മകൾക്കാണ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായത്. ഓരോ പ്രതികൂലങ്ങൾ, ആ കൊച്ച് സാക്ഷ്യം വഹിക്കണം. ആ കൊച്ചിന് പഠിക്കാൻ പറ്റുന്നില്ല. വേദനയിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ച്. പഠിക്കാൻ പറ്റാത്ത സാഹചര്യം. എക്സാം അടുത്ത് വരുമ്പോ പൈശാചികൻ പല പോരുകൾ മകളിലൂടെ വരുത്തും. അങ്ങനെ എക്സാം പലതും എഴുതാൻ പറ്റാത്ത അവസ്ഥ. ആ സമയത്താണ് പ്രഗ്നന്റ് ആയത്. അങ്ങനെ 1 വർഷം ലീവ് എടുത്തു. വീണ്ടും റീജോയിൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ 4 വർഷം പഠിച്ചു തീരേണ്ട കോഴ്സ് 7 വർഷത്തോളം നീണ്ടു പോയി. ആ സമയത്ത് പ്രഗ്നന്റ് ആയി. ഒരു മോനാണ് ദൈവം തന്നത്. ആ സമയത്ത് 8.5 മാസമായപ്പോ കുഞ്ഞിന് അനക്കമില്ലാത്തൊരു അവസ്ഥയുണ്ടായി. അങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പെട്ടെന്ന് അന്ന് തന്നെ പ്രാർത്ഥിച്ചു. ബ്രദറിനെ ചർച്ചിലൊക്കെ എപ്പോഴും എനിക്ക് സഹോദരങ്ങളുണ്ട്, ബ്രദറുണ്ട്. അവരെല്ലാവരും എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം വിടുതൽ അയക്കുന്നുണ്ട്. എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് ഉച്ചയ്ക്ക് തന്നെ ചെക്കപ്പിന് പോയ കൊച്ച് അന്ന് 8.5 മാസത്തില് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. ആ കുഞ്ഞ് നല്ല സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ, ആൺപൈതലിനെ കർത്താവ് എനിക്ക് തന്നു. അതൊരു സാക്ഷ്യമാണ്. അത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതിനെ പൈശാചികൻ ഗർഭത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കും. അത് പൈശാചികനെ നന്നായി അറിയാം. ഓരോന്നിനെയും കുറിച്ചും അവന് നന്നായി അറിയാം. പക്ഷെ ദൈവഹിത പ്രകാരം, വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി പുറത്തു വരേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. അപ്പൊ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ ദൈവം 2020 ഒരു ആൺകുഞ്ഞിനെ പ്രിയമകൾക്ക് കൊടുത്തു. അതിനുശേഷം വീണ്ടും റീജോയിൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഒത്തിരി പരീക്ഷകൾ പെൻഡിങ് ആയിപ്പോയി. കൊറോണ ടൈം ആയിപ്പോയി. ആ സമയത്ത് ഇവള് തൈക്കാട് എന്ന് പറയുന്ന ഹോസ്പിറ്റലില് പിന്നെ ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് കൊറോണ മകൾക്കുണ്ടായി, പിന്നെ കുഞ്ഞിനുണ്ടായി. അങ്ങനെ സമയത്ത് ഒരുപാട് എക്സാം പെൻഡിങ് ആയിപ്പോയി. പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം വഴക്ക് പറഞ്ഞു. അങ്ങനെ അവൾക്ക് വഴക്ക് പറഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ ഇതാണെങ്കിൽ പോലും ടീച്ചർമാര് വഴക്ക് പറഞ്ഞു. പിന്നെ പഠിക്കണമെന്നുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇനി ഞാൻ പഠിക്കാൻ പോകില്ല. ടീച്ചറൊക്കെ വഴക്ക് പറയണം, എനിക്ക് വേണ്ട, എനിക്ക് ഇനി BSc വേണ്ട എന്ന് പറഞ്ഞ് കരയാൻ, അത് ഉപേക്ഷിച്ച് കോളേജിൽ നിന്ന് തന്നെ വിട്ട് അവളെ ഭർത്താവിന്റെ വീട്ടിൽ പോകാനൊക്കെ ഇടയായി. അപ്പോഴും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ എല്ലാ ദൈവമക്കളോടും പറഞ്ഞു, അഭിഷിക്തനോട് പറഞ്ഞു, എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പോയ മോള് ഒന്ന് പോയെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് പഠിക്കണമെന്നും പറഞ്ഞ് തിരിച്ച് കോളേജിൽ വരാനും പഠിക്കുവാനും ആ കോഴ്സിന് ടീച്ചറിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്, അവളോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അവരോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. മകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി.
അങ്ങനെ കോഴ്സ് അവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ എക്സാമും ക്ലിയർ ചെയ്ത് BSc എക്സാമിന്റെ ഡിഗ്രി സ്വർഗത്തിലെ ദൈവമാണ് കൊടുത്തത്. ഇത് ഞങ്ങളുടെ കഴിവല്ല. ഞങ്ങളുടെ നിലവിളി ഒന്നുകൊണ്ട് മാത്രം ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ അവിടെ നിന്നും SP കോട്ടിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റോട് കൂടി അവൾക്ക് പുറത്തു വരാൻ ദൈവം സഹായിച്ചു. അതുപോലെ പഠിപ്പിച്ച ഒരു ടീച്ചർ തന്നെ നമ്മുടെ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ടീച്ചറാണ്. ടീച്ചർ ബൈബിള് കൊടുത്തിട്ട് പറഞ്ഞു, എപ്പോഴും നീ പ്രാർത്ഥിക്കണം, നീ ബൈബിൾ എപ്പോഴും നിന്റെ ദൈവമാണ്, നിന്റെ ഭാവി നോക്കുന്ന കർത്താവാണെന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു വരാൻ ദൈവം സഹായിച്ചു. അത് വലിയൊരു അത്ഭുത സാക്ഷ്യമാണ്. എന്റെ ഒരു സഹോദരന് പെട്ടെന്ന് ഒരു വീഴ്ചയുണ്ടായി പെട്ടെന്ന് തലകറങ്ങി വീഴുന്നു. ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു തലയിൽ ഒരു വെള്ളക്കെട്ടാണെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സൈഡ് തളർന്നു പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ചിത്രയിൽ കൊണ്ടുപോയി ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ഡോക്ടറോട് തർക്കിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ സർജറി ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല, ഒരാഴ്ച ഞങ്ങൾക്ക് വെയിറ്റ് തരണം, അതിനുള്ള ഗുളിക തരണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന അഡ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ദൈവത്തിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ സഭയിൽ എല്ലാവരോടും പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവര് പറഞ്ഞ ഈ സ്കാനിങ്ങിൽ പ്രശ്നമാണ്, അടുത്ത MRI എടുത്ത് അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീണ്ടും MRI എടുക്കണമെന്ന് പറഞ്ഞ് MRIയും മറ്റുള്ള ഒരുപാട് സ്കാൻ റിപ്പോർട്ടൊക്കെ ചെയ്തു. വീണ്ടും ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഒരു പ്രശ്നവും ഇല്ല. ആ വെള്ളക്കെട്ടെന്ന് പറയുന്ന സംഭവം ആ തലയോട്ടിയിലില്ല എന്ന് പറയാനും അത്ഭുതകരമായ ദൈവം പ്രിയ സഹോദരനെ വിടുവിച്ചു ആ ഒരു രോഗത്തിൽ നിന്നും. അങ്ങനെ ഞാൻ അതിനുശേഷം ഞാൻ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ മാനസാന്തരപ്പെട്ട്, ഞാൻ സ്നാനപ്പെട്ട് രക്ഷ പ്രാപിച്ച് കർത്താവിനോട് എല്ലാ എന്റെ കുറവുകളും ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷയിലേക്ക് വന്നു. ഞാൻ സ്നാനപ്പെടും 2022 ജൂലൈ 16 തീയതി ഞാൻ കർത്താവിനോട് ചേർന്നു, സ്നാനമേറ്റു. അതിനുശേഷം എനിക്ക് ഉണ്ടായ ആ പൈശാചിക പ്രവൃത്തികളോ മാനുഷികമായ ഒന്നും എന്നെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. അതിനുശേഷം ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചു. ഞാൻ വചനം വായിക്കാനും വചനം പ്രബോധിപ്പിക്കുവാനും പരസ്യയോഗത്തിനൊക്കെ എനിക്ക് പോകാൻ ദൈവം സഹായിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ദൈവത്തിന്റെ ശക്തി, അത്യന്തികമായ ശക്തി എന്നിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു വിടുതൽ അനുഗ്രഹവും ഉണ്ടാകുന്നുണ്ട്. ഞാൻ കണ്ടു ദൈവത്തിന്റെ പദ്ധതി വളരെ വിലയേറിയതാണ്. അതിലൂടെ എൻ്റെ ഈ ഈ അസുഖം വന്ന സഹോദരനും കർത്താവിനെ അറിയുവാനും സ്നാനപ്പെടുവാനും ഒക്കെ ദൈവം ഇടവരുത്തി. അമ്മ വിശ്വാസത്തിൽ വന്നു. അമ്മ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 3 പേരും മാത്രം, ഞങ്ങൾ അടങ്ങുന്ന 3 പേരും ദൈവത്തിൽ ആയിക്കഴിഞ്ഞു. അവര് നിത്യതയിലേക്ക് അവിടുന്ന് പോയാലും നിത്യതയിലേക്ക് എത്തുമെന്ന് എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. അങ്ങനെ 3 പേരെ എനിക്ക് രക്ഷിക്കപ്പെടുവാൻ സഹായിച്ചു ദൈവം. ഇനിയും എൻ്റെ ഒത്തിരി സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ദൈവകൃപയിൽ വരുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാനും ഒക്കെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട്. അത് ദൈവം ചെയ്തു തരുമെന്നുള്ള വിശ്വാസവും ഉറപ്പും അതിധൈര്യവും. ഇപ്പൊ എന്തിനും ഏതിനും ദൈവത്തിൽ എന്ത് ഒരുപാട് കുറ്റപ്പെടുത്തലും വേദനകളും ഒറ്റപ്പെടലും മാത്രമേ എനിക്കുള്ളൂ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം. അപ്പൊ അതിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടോ പ്രയാസമൊന്നുമില്ല. ഞാൻ കർത്താവിനെ ഏറ്റവും അറിഞ്ഞതുകൊണ്ട് എന്റെ കർത്താവാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് എപ്പോഴും പറ്റിയിരിക്കും, ദൈവത്തിനോട് മാത്രം ജീവിക്കും എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒറ്റയ്ക്കാണെങ്കിലും തള്ളി പറഞ്ഞവരുടെ കൂട്ടത്തിൽ മാനിക്കുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ജയോത്സവമായി ഞാൻ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്നു. അതുപോലെ പാട്ടുകാരൻ പാടുന്നത് പോലെ മരണത്തിൽ നിന്നും ജയിച്ച കർത്താവ്, പാതാളത്തിൽ നിന്നും ജയിച്ച കർത്താവ്, ആ ഉന്നതമേറിയ ദൈവത്തിന്റെ ആ അനുഭവം എൻ്റെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ മരണത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. മരണത്തിൽ നിന്നും ഞങ്ങളെ പുനർജീവിപ്പിച്ച കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ പക്ഷെ ഒത്തിരി വേദനകളിലൂടെ ഉണ്ടെങ്കിലും ദൈവം അവിടെ ധൈര്യമായിട്ട് എന്നെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആലയത്തിൽ വചനം വായിക്കുവാനും പ്രബോധിപ്പിക്കുവാനൊക്കെ ദൈവം അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ശക്തിയും ബലവും ഒക്കെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഒത്തിരി സഹോദരിമാരുണ്ട് ആലയത്തില്. എല്ലാവരും കൂട്ടമായിട്ട് ഞങ്ങൾക്ക് പരസ്പരമായിട്ട് പ്രാർത്ഥിക്കാനും ആത്മീയമായ വളർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഒക്കെ എല്ലാ ദൈവമക്കളും ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഇത്രയും നേരം എൻ്റെ ഈ എളിയൊരു സാക്ഷ്യം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പറയുവാനും
ഈ പ്ലാറ്റ്ഫോമിൽ ദൈവമേ അങ്ങ് ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ മുൻപാകെ ഞാൻ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ഈ എളിയൊരു സാക്ഷ്യം കേൾക്കുന്ന എപ്പായും ആരോമ ടി വി പ്രേക്ഷകർക്ക് കർത്താവെ ഇതൊരു വിടുതലും സഹായവും ആകുന്നുവെങ്കിൽ വിശ്വപ്പ ഞാൻ ധന്യയായി കർത്താവെ. സ്വർഗം അത് കണ്ട് സന്തോഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി മാനസികമായി കർത്താവെ മദ്യാസക്തിയുടെ പേരിൽ കർത്താവെ കുടുംബങ്ങൾ താറുമാറാകുന്ന അവസരത്തിൽ ദൈവം അവിടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പാ സ്തോത്രം കർത്താവെ. ദൈവമേ സ്തോത്രം. രോഗികളായിരിക്കുന്ന കർത്താവെ, മരണത്തിനും ജീവനും ഇടയിൽ ഞങ്ങളെ ആര് രക്ഷിക്കുമെന്ന് കർത്താവെ കരുതി കരയുന്ന ഹൃദയങ്ങളും അവിടെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ മരണത്തിന്റെ പാതാളത്തിൽ നിന്ന് അങ്ങ് വിടുവിക്കണമേ. യേശുപ്പാ സ്തോത്രം. മരണാധികാരിയായ പിശാചിനെ തോൽപ്പിക്കുക അങ്ങ് തന്നെ സ്വന്തം മരണത്താൽ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ അങ്ങ് ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ കർത്താവെ. ദൈവമേ, പൈശാചികന്റെ വേട്ടയിൽ നിന്നും മരണമായിരിക്കുന്ന പ്രിയ ജനത്തെ അങ്ങ് വിടുവിക്കണമേ. മരണാധികാരിയെ പിശാചിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പൈതങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന തലമുറകളെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അവർക്കൊരു സുബോധം കൊടുക്കണമേ. മാതാപിതാക്കൾ അവരെ ഓർത്ത് ദുഃഖിക്കുന്നു കരയുന്നുണ്ടെങ്കിൽ അവർക്കൊരു സമാധാനം ക്രിസ്തുവിനെ അവർക്ക് അറിയുവാനുള്ള വഴി മുഖാന്തരം അവർക്ക് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമല്ലാതെ ആർക്കും മനുഷ്യരെ രക്ഷിപ്പാൻ കഴിയില്ല കർത്താവെ. മറ്റൊരുത്തനും രക്ഷയിൽ ആകാശത്തിന് കീഴിൽ രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല കർത്താവെ. അങ്ങ് ഓരോ ഹൃദയങ്ങളിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനം പറയുന്നല്ലോ, പിതാവിന്റെ അടുക്കൽ നിന്നും വന്ന ദൈവത്തിന്റെ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ. ആ മരണാധികാരിയായ ശക്തിയിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ പ്രിയ ജനത്തെ അങ്ങ് ഒരുക്കണമേ. അവരുടെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് കടന്നു ചെല്ലണമേ കർത്താവെ. യേശോപ്പാടിയങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പാടിയങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ജനങ്ങളോട് അടിയങ്ങൾക്ക് പറയുവാൻ, ദൈവം മാത്രമേ രക്ഷകനായുള്ളൂ. മനുഷ്യനിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത്. രക്ഷിക്കപ്പെടുന്ന ഒരു സർവശക്തനായ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുടെ നിത്യജീവൻ ഉറപ്പാക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. അരോമ ടി വിയിലെ കർത്താവെ, അടിയങ്ങൾക്കൊരു സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവെ, പ്രിയ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന കർത്താവെ ദാനിയൽ ജോർജ് പാസ്റ്ററെ കുടുംബത്തെയും കർത്താവെ സഹപ്രവർത്തകരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എബ്രായർ ലേഖനത്തിൽ 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുന്നല്ലോ, ആകയാൽ നാമം സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹത്തിൽ നമുക്ക് നിൽക്കേണ്ടി വന്നതുകൊണ്ട് കർത്താവെ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കർത്താവെ, പ്രിയ സ്പാസ്റ്ററിന് കർത്താവെ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ കർത്താവെ ഒരു സമൂഹമായി കർത്താവെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങൾ പട്ടണങ്ങളിൽ നിന്നുമെല്ലാം കർത്താവെ സമൂഹമായി കർത്താവെ സാക്ഷികളുടെ ഒരു നിര കർത്താവ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് ഒരുക്കി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനെ അനുഗ്രഹിക്കണമേ അപ്പ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ അപ്പ. ഈ പ്ലാറ്റ്ഫോം ലോകം അറിയപ്പെടുന്ന രീതിയിൽ അനുഗ്രഹിച്ച് വർദ്ധിച്ചു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം അടിയങ്ങൾക്ക് തന്ന പ്രിയദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ എളിയ സാക്ഷ്യത്തിൽ നിന്നും അടിയങ്ങൾ ഇത്രത്തോളം കേട്ടുകൊണ്ടിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. താങ്ക് യു പ്രിയ ബിന്ദു സിസ്റ്ററെ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രയോ സംഭവങ്ങളുടെ നടുവിലൂടെയാണ് ഈ ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നത്. പ്രിയ ബിന്ദു സിസ്റ്ററിന്റെ ജീവിതം ഒന്നോർത്ത് നോക്കിയാൽ വളരെയേറെ ശ്രമകരമായ ഒരു വിശ്വാസ ജീവിതമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി വലിയൊരു വില കൊടുത്ത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ പിതാവിനെ കുറിച്ച് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഹൈന്ദവ വിശ്വാസിയായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം ഒരു ഏകദൈവ ഈശ്വര വിശ്വാസി ആയിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആ ദൈവം ഏതാണ്, ആരാണ്
എന്നുള്ളത് വ്യക്തമായില്ല. എന്നാൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതൊരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടിയില്ല എങ്കിലും ബിന്ദുസിന്റെ ജീവിതത്തിലൂടെ ആ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുവാൻ, തിരിച്ചറിയുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. സിസ്റ്റർ ആ ചെറുപ്പത്തിൽ തന്നെ ജീവിച്ചതായ ചില അനുഭവങ്ങൾ പറയുകയുണ്ടായി. വഴി നടക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി പറയുമായിരുന്നു, ഒരു ദൈവമുണ്ടോ, ഉണ്ടെങ്കിൽ അതാര് എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ അങ്ങനെ യാത്രകൾ ചെയ്ത് നടന്ന ആ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. തക്ക സമയമായപ്പോൾ ആ ദൈവം സിസ്റ്റിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവം നേരത്തെ തന്നെ കടന്നു വന്നതാണ്. ദൈവം നേരത്തെ തന്നെ സിസ്റ്റിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതാണ്. പക്ഷേ അത് തിരിച്ചറിയാതെ പോയി, അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ അല്ലെ ബോധ്യപ്പെടുവാൻ വൈകിപ്പോയി എന്നുള്ളത് മാത്രം. കർത്താവ് നേരത്തെ തന്നെ സിസ്റ്റിന്റെ ജീവിതത്തിൽ അല്ലെ ആ കുടുംബത്തിൽ വന്നതാണ്. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കപ്പെടുവാൻ തുറന്നു കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ സമയങ്ങൾ നീണ്ടുപോയത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവിപ്പാൻ ഇടയായി തീർന്നത്. എന്നാൽ അറിഞ്ഞ സമയത്ത് തന്നെ ആ കർത്താവിന് വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചിരുന്നു എങ്കിൽ ഇത്രയധികം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, സാരമില്ല. ഇപ്പോഴെങ്കിലും ഈ ഒരു അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക്, ആ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയ സിസ്റ്ററിനെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവദാസൻ എപ്പോഴോ പറഞ്ഞു കുടുംബജീവിതത്തെക്കുറിച്ച്. ഒരുപക്ഷെങ്കിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ കയറി ഇറങ്ങിയപ്പോൾ ആ ഒരു നിലയിൽ അത് അവിടെ വെച്ച് പോയിരുന്നുവെങ്കിൽ ആ ബന്ധം എന്നേക്കുമായി അറ്റുപോകുമായിരുന്നു. ഒരു ദൈവദാസന് ആലോചന പറഞ്ഞതാണ്, ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞു പോയാൽ അതൊരിക്കലും ചേർത്ത് വെക്കാനോ വീണ്ടും അത് ഉപയോഗിക്കാനോ കഴിയത്തില്ല. കുപ്പി ഗ്ലാസിന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അത് ഉടഞ്ഞു കഴിഞ്ഞാൽ അത് ഉടഞ്ഞത് തന്നെയാണ്. അതിനെ ഒരിക്കലും ചേർത്ത് വെക്കാൻ കഴിയില്ല. പക്ഷേ ഇത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട്, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതായതുകൊണ്ട്, ദൈവത്താൽ ആരംഭിച്ചതായതുകൊണ്ട് ഉടഞ്ഞതിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ ആമേനെ ഏൽപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. കാരണം നമ്മളെ സൃഷ്ടിച്ചതും നമ്മെ കൂട്ടിയോജിപ്പിച്ചതും ഒക്കെ ദൈവമാണ്. അതുകൊണ്ട് അത് മാനുഷികമായി സാധ്യമായ കാര്യമല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാകൊണ്ട് അതങ്ങനെ സംഭവിച്ചു. ഇനിയും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അധികം താമസിയാതെ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിൽ പ്രിയ സിസ്റ്റർ ഈ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവര് ഈ സാക്ഷ്യം കേൾക്കും. അവരുടെയൊക്കെയും ജീവിതത്തിൽ, സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ വിടുതലുകളെ, സൗഖ്യത്തെ, ദൈവത്തിന്റെ പ്രവൃത്തികളെ അവരുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേർ ഈ കാലയളവിൽ മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായി കുടുംബജീവിതം ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സമാധാനമില്ല, സന്തോഷമില്ല, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വിഷം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുവാൻ ഒരു വിടുതലിന് കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന് ഒരു വ്യക്തി ആവശ്യമുണ്ടെങ്കിൽ അതിന് മരണത്തിനോ മദ്യത്തിനോ വിഷത്തിനോ ആമേനെ ആ വ്യക്തിയെ നശിപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല. ദൈവം അത്ഭുതകരമായ വ്യക്തിയെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. പ്രിയ സിസ്റ്റിന്റെ ജീവിതത്തിൽ ദൈവം തന്ന വിടുതലുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിടുതല് അത് അനേകർ കേൾക്കട്ടെ, അനേകർ അറിയട്ടെ. ഈ സാക്ഷ്യം ഒരുപാട് പേരുടെ ജീവിതത്തിൽ വിടുതലിനും സമാധാനത്തിനും സന്തോഷത്തിനും കാരണമായി തീരട്ടെ.
നിങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ താമസമിന ദൈവം ഒരുക്കട്ടെ. ആ കുടുംബത്തിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവരെ ദൈവം ഇറക്കട്ടെ. പ്രിയ സിസ്നെ അതിലെ ആദ്യ ഫലമായിട്ട് ആമേന് ദൈവം തിരഞ്ഞെടുത്തു എങ്കിൽ ഇനി അനേക ഫലങ്ങൾ, നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ പോലെ ചില വ്യക്തികളെ ആ കുടുംബത്തിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിക്കട്ടെ എന്ന് ഞങ്ങളും ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച അരോമ TV പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താദാസുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയും കൂടുതൽ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം ഓൺലൈനിലൂടെയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.